ഉറപ്പുവരുത്തൂ VKC മുദ്ര ചെരുപ്പിലും പാക്കിലും. VKC Pride. Celebrate hard work. ഗുഡ് ഈവനിംഗ്. ഒരു വാർത്താ ദിനത്തിലെ മുഴുവൻ വാർത്തകളുമായി വാർത്താമഴ ആരംഭിക്കുകയാണ്. ഈ വാർത്താ പകലിൽ കണ്ട പ്രധാനപ്പെട്ട മുഴുവൻ വാർത്തകളുമാണ് അടുത്ത 1.5 മണിക്കൂറിൽ പ്രേക്ഷകരിലേക്ക് ഒന്നിനു പുറകെ ഒന്നായി എത്തുന്നത്. ഞാൻ S. വിജയകുമാർ, എന്നോടൊപ്പം ഉന്മേഷ് ശിവരാമൻ. ഉന്മേഷ്, ഇന്ന് നമ്മൾ കോടതി ദിലീപുമായി ബന്ധപ്പെട്ട ആ ഗൂഢാലോചന കേസിലെ കോടതി വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് ആദ്യം കടക്കാമെന്നാണ് കരുതുന്നത്. അതെ, കേന്ദ്ര ബജറ്റ് പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് ദിലീപ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി മാറിയത്. കോടതി വ്യവഹാരം നമ്മൾ ഒന്നാം വാർത്തയാക്കുന്നു. ആ വാർത്തയിലേക്കാണ് വാർത്താമഴ ഇന്ന് ആദ്യം പോകുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ നടൻ ദിലീപിന്റെ ഫോണുകൾ ആലുവ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിച്ചു. ദിലീപ് ഹാജരാക്കിയ 6 ഫോണുകൾ ആലുവ കോടതിക്ക് കൈമാറാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഫോണുകൾ അന്വേഷണ സംഘത്തിന് നൽകുന്ന കാര്യത്തിൽ ആലുവ കോടതിക്ക് തീരുമാനമെടുക്കാം. ഫോണിന്റെ പാസ്വേഡുകളും ലോഗ് പാറ്റേണുകളും കോടതി അറിയിക്കണം. കോടതിയിലെ വാദപ്രതിവാദവും ഉത്തരവും വിവരിക്കുകയാണ് എസ്. ശ്രീകാന്ത്. ദിലീപിന്റെ ഫോൺ രേഖകൾ പരിശോധിച്ചതിൽ ഒരു ഫോൺ അദ്ദേഹം ഹാജരാക്കിയിട്ടില്ലെന്നാണ് മനസ്സിലാകുന്നത്. ഇനി കണ്ടെത്താനുള്ള ഫോണിൽ നിന്നും 12,000-ലധികം കോളുകൾ പോയിട്ടുണ്ടെന്നും പ്രോസിക്യൂഷൻ ഇന്ന് ഹൈക്കോടതിയെ അറിയിച്ചു. ഫോണുകൾ അന്വേഷണ സംഘത്തിന് കൈമാറരുത്, അതിൽ ഞങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട്. അത്തരമൊരു ഉത്തരവ് കോടതി പുറപ്പെടുവിക്കരുതെന്ന് ദിലീപ് കോടതിയിൽ ആവശ്യപ്പെട്ടു. 4 ഫോണുകളാണ് ദിലീപ് ഉപയോഗിച്ചത്. ഇതിൽ 3 കോടതിയിൽ ഹാജരാക്കി. 2021 ജനുവരി മുതൽ ഓഗസ്റ്റ് 31 വരെ ദിലീപ് ഉപയോഗിച്ച ഫോണാണ് നിലവിൽ കോടതിയിൽ ഹാജരാക്കാത്തതെന്ന് പ്രോസിക്യൂഷൻ ആരോപിച്ചു. ഫോണുകൾ മജിസ്ട്രേറ്റ് കോടതിയിൽ കൈമാറാം, പാസ്വേഡും കോടതിക്ക് ആവശ്യമെങ്കിൽ നൽകാം, പോലീസിന് വിശ്വാസമില്ല. ഇതായിരുന്നു ദിലീപ് എടുത്ത നിലപാട്. ദിലീപിനെ കസ്റ്റഡിയിൽ കിട്ടിയാൽ മാത്രമേ ഫോണുകൾ പരിശോധിക്കാനും കൂടുതൽ അന്വേഷണവും സാധ്യമാകൂ. മുൻപുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ തെളിവുകൾ ദിലീപിനെതിരെ ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞു. അതിനാൽ പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടു നൽകണമെന്നും പ്രോസിക്യൂഷൻ ഹൈക്കോടതി മുമ്പാകെ ആവശ്യപ്പെട്ടു. ഈ കേസിലെ പ്രധാന തെളിവെന്ന് പ്രോസിക്യൂഷൻ കരുതുന്ന ഫോണുകൾ അല്പസമയം മുമ്പാണ് ആലുവ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത്. പ്രോസിക്യൂഷന്റെയും അന്വേഷണ സംഘത്തിന്റെയും തുടർ നീക്കങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ശ്രീകാന്ത് വാർത്താമഴയിൽ വിശദാംശങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, വാർത്താമഴയിലേക്ക് സ്വാഗതം. ആലുവ മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ ഫോണുകൾ ഹാജരാക്കിയിട്ടുണ്ട്. നാളെയാണ് അന്വേഷണ സംഘം അത് കയ്യിൽ വാങ്ങുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ കോടതിയിൽ നൽകുന്നത്. എന്തൊക്കെയാണ് അന്വേഷണ സംഘത്തിന്റെ തുടർ നീക്കങ്ങൾ നമുക്ക് ലഭ്യമാകുന്നവ? ഇന്ന് ഹൈക്കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ, ആലുവ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ ഫോണുകൾ കൈമാറാൻ നിർദ്ദേശിച്ചിരുന്നു. ആകെ 7 ഫോണുകളാണ് ഉണ്ടായിരുന്നതെന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. 6 ഫോണുകൾ ദിലീപ് കൈമാറി, 5 ഫോണുകൾ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. ഈ 6 ഫോണുകൾ നിലവിലിപ്പോൾ ആലുവ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഉള്ളത്. അതായത് ഈ കേസ്, ഗൂഢാലോചന കേസ് പരിഗണനയിലുള്ള കോടതിയിൽ. അത് വിട്ടുകിട്ടുന്നതിന് വേണ്ടി നാളെ എന്തായാലും പ്രോസിക്യൂഷൻ ഒരു അപേക്ഷ ഫയൽ ചെയ്യും. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അവർ ഏറെക്കുറെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇന്ന് തന്നെ അപേക്ഷ ഫയൽ ചെയ്യാനാണ് ഇരുന്നത്. പക്ഷേ കോടതി സമയം ഏറെക്കുറെ കഴിഞ്ഞതിനാൽ അവർക്കതിന് സാധിക്കുകയുണ്ടായില്ല. നാളെയാണ് ആ അപേക്ഷ എത്തുന്നത്. അവരാവശ്യപ്പെടാൻ പോകുന്നത് ഈ 6 ഫോണുകളും തങ്ങൾക്ക് പരിശോധനയ്ക്കായി വേണം. കേരള പോലീസിന് കീഴിലെ ഫോറൻസിക് ലാബിൽ തന്നെ ഇത് പരിശോധിക്കുന്നതിനുള്ള അനുമതി ഉണ്ടാകണം എന്നുള്ളതായിരിക്കും സ്വാഭാവികമായും മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ പ്രോസിക്യൂഷൻ ആവശ്യപ്പെടാൻ പോകുന്നത്. അതനുസരിച്ചുള്ള നീക്കങ്ങളാണ് അവർ നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ദിലീപ് നടത്തിയിട്ടുള്ള ഫോൺ കോളുകൾ, ഒപ്പം ചാറ്റുകൾ, വീഡിയോ ചാറ്റുകൾ, അങ്ങനെ പല കാര്യങ്ങൾ ഇതിൽ നിന്ന് റിട്രൈവ് ചെയ്തെടുക്കാനുണ്ട്. ഈ ഫോണുകൾ കിട്ടും, മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും കിട്ടും എന്നുള്ളത് തന്നെയാണ് പ്രോസിക്യൂഷന്റെ ഒരു പ്രതീക്ഷ. അതേസമയം പ്രതിഭാഗത്തോട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത്, എന്തായാലും കേരള പോലീസിന് ഈ ഫോണുകൾ വിട്ടുകൊടുക്കുന്നതിനെ തങ്ങൾ അതിശക്തമായി എതിർക്കും എന്നുള്ള കാര്യം അവർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നാളെ ഈ പറഞ്ഞ കീഴ്ക്കോടതിയെ ഈ പ്രതിഭാഗവും സമീപിക്കും. ഈ ഫോണുകൾ വിട്ടുകൊടുക്കരുത് എന്നുള്ള ആവശ്യം, എതിർപ്പ് അവരവിടെ അറിയിക്കുകയും ചെയ്യും. അതിന്റെ അടിസ്ഥാനത്തിലാകും കോടതിയിൽ നിന്നും ഒരു തീരുമാനം വരിക. എന്തായാലും ഹൈക്കോടതിയിൽ നടന്ന നിയമയുദ്ധം ഏറെക്കുറെ അതുപോലെ തന്നെ നാളെ ഈ കീഴ്ക്കോടതിയിലും തുടങ്ങാൻ പോകുന്നു. ഒരു പക്ഷേ
നാളെ തന്നെ അത് ഒരു അന്തിമ തീരുമാനം ഉണ്ടായേക്കാം. അത് ഇപ്പോൾ ശ്രീകാന്ത്, അങ്ങനെയാണെങ്കിൽ ഈ ഫോണുകൾ എവിടെയായിരിക്കും പോലീസിന്റെ പരിശോധന? ഫോറൻസിക് സയൻസ് FSL ആയിരിക്കും അല്ലേ? ആ നിലയിൽ 6 ഏജൻസികളാണ് രാജ്യത്ത് ഇത്തരം പരിശോധനകൾക്കായി നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. കേരള പോലീസിന് സ്വാധീനമുള്ള ഏതെങ്കിലും ഒരു ലാബിലേക്ക് ഒരു കാരണവശാലും ഇത് അയക്കരുത് തുടങ്ങിയ വാദങ്ങൾ ഹൈക്കോടതിയിൽ പ്രതിഭാഗം ഉന്നയിച്ചിട്ടുണ്ട്. അവർ ഈ മജിസ്ട്രേറ്റ് കോടതിയിലും ഈ പോലീസിന്റെ അപേക്ഷയെ എതിർത്ത് അത്തരമൊരു വാദം ഉന്നയിക്കാൻ തന്നെയാണ് സാധ്യത. പോലീസ് ഇത് എവിടെ പരിശോധിക്കാനായിരിക്കാം ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കും അത്തരം നീക്കങ്ങൾ? പോലീസ് നിലവിൽ ആഗ്രഹിക്കുന്നത് ഇത് FSL ലാബിലേക്ക് തന്നെ പോകണം എന്നുള്ളതാണ്. അതായത് കേരള പോലീസിന് കീഴിലെ ഫോറൻസിക് ലാബിൽ ഇത് പരിശോധിക്കുക, അത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. ഇത് പ്രോസിക്യൂഷന്റെ കസ്റ്റഡിയിലേക്ക് ഫോൺ വരണം എന്നുള്ളതാണ് അവർ ആവശ്യപ്പെടുന്നത്. അവർ ഇന്ന് ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടത് പ്രതികൾ തന്നെ പോലീസിന്റെ കസ്റ്റഡിയിൽ വേണം എന്നുള്ളതാണ്. അതിപ്പോൾ ഫോണുകൾ കസ്റ്റഡിയിൽ വേണം എന്നൊരാവശ്യത്തിലേക്ക് അവർ ചെറുതായി കുറച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നാളെ ഈ വിചാരണ കോടതി മുമ്പാകെ അവർ ആവശ്യപ്പെടാൻ പോകുന്നത് ഈ ഫോണുകൾ തങ്ങൾക്ക് വിട്ടുകിട്ടണം എന്നുള്ളതാണ്. അത് പോലീസിന് കീഴിലെ ഫോറൻസിക് ലാബിൽ തന്നെ പരിശോധിക്കണം, സംസ്ഥാന സർക്കാരിന് സ്വാധീനമുള്ള ലാബിൽ തന്നെ പരിശോധിക്കണം എന്നുള്ള ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കും. എന്തായാലും ദിലീപിന്റെ അഭിഭാഷകർ വ്യക്തമാക്കിയിട്ടുള്ളത് അതിന് അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ്. അതൊരു കാരണവശാലും അംഗീകരിക്കില്ല എന്നവർ പറയുന്നു. സീഡാക് പോലെയുള്ള ഏതെങ്കിലും ഒരു ഏജൻസി ആയിരിക്കാം, ഈ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഏജൻസി തന്നെയായിരിക്കാം അവർ പകരം നിർദ്ദേശിക്കാൻ പോകുന്നത്. പക്ഷേ അതിലവർ തീരുമാനമെടുത്തിട്ടില്ല. ഇതിൽ വിശദമായ വാദം കീഴ്ക്കോടതിയിൽ കേൾക്കണം എന്നുള്ളതാണ് പ്രതിഭാഗം. നാളെ ഈ അന്വേഷണ സംഘം ഒരു അപേക്ഷ കൊടുക്കുന്നു, നാളെ തന്നെ അത് കോടതി പരിഗണിക്കുമോ? അത്തരം സൂചനകളുണ്ടോ? എന്താണ് അതിന്റെ ഒരു നടപടിക്രമം? എങ്ങനെയായിരിക്കും? അപേക്ഷ നാളെ ഫയൽ ചെയ്ത് അടിയന്തരമായി കേൾക്കണം എന്നുള്ളത് തന്നെയാണ് ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെടാൻ പോകുന്നത് കോടതിയിൽ. കാരണം ഈ കേസിന്റെ നിലവിലെ ഒരു സാഹചര്യം, ഇതിനോടകം തന്നെ ഈ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ഇതിനോടകം തന്നെ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇതിലെ പ്രധാനപ്പെട്ട തെളിവായ ഈ ഫോണുകൾ ഇനിയും പരിശോധിച്ചില്ല എങ്കിൽ ഈ കേസിന്റെ അന്വേഷണം വഴിമുട്ടുന്ന സാഹചര്യമാണ് ഉള്ളതെന്ന് നാളെ കോടതി മുമ്പാകെ വ്യക്തമാക്കും. ഇതാണ് അന്വേഷണ സംഘം പറയുന്നത്. അതനുസരിച്ചുള്ള നീക്കങ്ങളാണ് അവർ നടത്തുന്നത്. നാളെ തന്നെ കേസ് പരിഗണിക്കണം എന്നുള്ളത് തന്നെയാകും അവരുടെ അപേക്ഷയിലെ ആവശ്യം. പക്ഷേ കോടതി നാളെ പരിഗണിച്ചാലും ഈ ഫോണുകൾ നാളെ തന്നെ വിട്ടു നൽകുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. കാരണം ഹൈക്കോടതിയിൽ പോലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത പ്രതിഭാഗം ഈ വിചാരണ കോടതിയിൽ നിർദ്ദയം കീഴടങ്ങും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കുകയേ വയ്യ. അവരെന്തായാലും എതിർക്കും. ആ എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ട് പ്രോസിക്യൂഷൻ വിജയം കിട്ടുമോ എന്നുള്ളതാണ് കാത്തിരുന്നു കാണേണ്ടത്. ശരി, ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കുറച്ചു ദിവസങ്ങളായി ഹൈക്കോടതിയായിരുന്നു ശ്രദ്ധാകേന്ദ്രമെങ്കിൽ ഇനി നാളെ മുതൽ വിചാരണ കോടതി അല്ലേ? ആലുവ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് നീങ്ങുകയാണ്, ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. അതെ, നടിയെ ആക്രമിച്ച കേസിലെ തുടരന്വേഷണം 1 മാസത്തിനകം തീർക്കണമെന്ന് വിചാരണ കോടതിയുടെ ഉത്തരവ്. അന്വേഷണത്തിന് 6 മാസത്തെ സമയം അനുവദിക്കണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ആവശ്യം കോടതി തള്ളിയിരുന്നു. മാർച്ച് 1 മുൻപ് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. വിധിക്കെതിരെ പ്രോസിക്യൂഷൻ അപ്പീൽ നൽകും. നടിയെ ആക്രമിച്ച കേസിലെ തുടരന്വേഷണം 1 മാസത്തിനകം പൂർത്തിയാക്കണമെന്നാണ് വിചാരണ കോടതിയുടെ ഉത്തരവ്. അന്വേഷണം പൂർത്തിയാക്കാൻ 6 മാസം വേണമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യം വിചാരണ കോടതി തള്ളി. മാർച്ച് 1 മുൻപ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് വിചാരണ കോടതിയുടെ നിർദ്ദേശം. സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് തുടരന്വേഷണം ആരംഭിച്ചത്. എന്നാൽ 1 മാസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കാൻ കഴിയില്ലെന്നാണ് പ്രോസിക്യൂഷൻ നിലപാട്. വിചാരണ കോടതിയുടെ വിധിക്കെതിരെ അപ്പീൽ പോകുമെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു. അന്വേഷണം പുരോഗമിക്കുന്നതിനാൽ കേസിലെ വിചാരണ നീട്ടിവെക്കണമെന്ന് പ്രോസിക്യൂഷൻ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇത് തീരുമാനിക്കേണ്ടത് വിചാരണ കോടതിയാണെന്നും സുപ്രീം കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കേസിലെ വിചാരണ പൂർത്തിയാക്കാൻ സുപ്രീം കോടതി നിശ്ചയിച്ച സമയപരിധി ഈ മാസം 16 ആയിരുന്നു. ഇതിനിടെയാണ് അന്വേഷണം പൂർത്തിയാക്കാൻ 1 മാസം കൂടി വിചാരണ കോടതി അനുവദിച്ചത്. ഈ പശ്ചാത്തലത്തിൽ വിചാരണ വീണ്ടും നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ട് വിചാരണ കോടതി തന്നെ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് സാധ്യത.
ദിലീപിന്റെ സുഹൃത്ത് സലീഷിന്റെ മരണവുമായി ബന്ധപ്പെട്ട പരാതി അന്വേഷിക്കുമെന്ന് ക്രൈംബ്രാഞ്ച് അറിയിച്ചു. ദിലീപ് ഉൾപ്പെട്ട ഗൂഢാലോചന കേസ് അന്വേഷിക്കുന്ന സംഘം പരാതി പരിശോധിക്കും. സലീഷിന്റെ സഹോദരൻ ശിവദാസന്റെയും കുടുംബാംഗങ്ങളുടെയും മൊഴി രേഖപ്പെടുത്തും. സലീഷ് സംവിധാനം ചെയ്ത ഷോർട്ട് ഫിലിമിന്റെ അണിയറ പ്രവർത്തകരെയും ക്രൈംബ്രാഞ്ച് കാണും. പരാതി അന്വേഷിക്കുമെന്ന് ലോക്കൽ പോലീസും അറിയിച്ചിട്ടുണ്ട്. സലീഷിന്റെ മരണത്തിൽ ആദ്യം ദുരൂഹത ആരോപിച്ചത് സംവിധായകനായ ബാലേന്ദ്രകുമാറാണ്. ബാലേന്ദ്രകുമാർ ഒരു വ്യക്തി മാത്രമല്ല, നടൻ ദിലീപ് ഉൾപ്പെട്ട ഒരു കേസിലെ പ്രധാനപ്പെട്ട സാക്ഷി കൂടിയാണ്. ഇതിന് പിന്നാലെയാണ് സലീഷിന്റെ ബന്ധുക്കൾ പരാതിയുമായി രംഗത്തെത്തിയത്. ഇനി ഇക്കാര്യങ്ങളൊക്കെ നിസ്സാരമായി കാണാൻ അന്വേഷണ ഏജൻസികൾക്ക് സാധിക്കില്ല. ക്രൈംബ്രാഞ്ച് ഇതിനോടകം തന്നെ അറിയിച്ചു. അവർ ഈ പരാതി പരിശോധിക്കും. പരാതിക്കാരനടക്കം സലീഷിന്റെ ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തും. ലോക്കൽ പോലീസും സമാന്തരമായ അന്വേഷണത്തിന് തയ്യാറെടുക്കുകയാണ്. ക്യാമറമാൻ VS രാഹുലിനൊപ്പം ശ്യാമാർ ബാബു, 24 കൊച്ചി. വാർത്താമഴ ഇനി പോകുന്നത് വാവാ സുരേഷിന്റെ വാർത്തയിലേക്കാണ്. പാമ്പുകടിയേറ്റ് ചികിത്സയിൽ കഴിയുന്ന വാവാ സുരേഷിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി. ഹൃദയമിടിപ്പും രക്തസമ്മർദ്ദവും സാധാരണ നിലയിലായി. മരുന്നുകളോടും അന്വേഷണങ്ങളോടും പ്രതികരിക്കുന്നുണ്ടെന്ന് ഡോക്ടേഴ്സ് അറിയിച്ചു. ഇതുവരെ ഉണ്ടായ കടികളിൽ നിന്ന് ഏറ്റവും വലിയ വിഷബാധയാണ് ഏറ്റതെന്നും ജീവൻ രക്ഷിക്കാൻ എല്ലാ ശ്രമങ്ങളും നടക്കുന്നുണ്ടെന്നും ഇന്ന് മന്ത്രി VN വാസവൻ അറിയിച്ചിരുന്നു. കൈ ചലിപ്പിക്കാൻ പറഞ്ഞ് കൈ ചലിപ്പിച്ചു. കാലിലെ വിരലുകൾ ഓരോന്നും റൈറ്റും ലെഫ്റ്റും പ്രത്യേകമായി ഡോക്ടറെ അടുത്ത് ചലിപ്പിക്കാൻ പറഞ്ഞ് ചലിപ്പിച്ചു. അതിനുശേഷം വന്നിരിക്കുന്ന ഇന്നയാളാണ്, മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോൾ തലയാട്ടി. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇന്നലെ ഞങ്ങൾ പോരുന്നവരെ അത്തരത്തിലുള്ള സ്ഥിതി ഉണ്ടായിരുന്നില്ല, ഒരു ചലനവും ഉണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് ഈ തരത്തിൽ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചലനം ആയിട്ടുണ്ട്, പറയുന്ന കാര്യങ്ങൾ റെസ്പോണ്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം നമുക്ക് ഇന്നലത്തേക്കാൾ നല്ല പുരോഗതി ഉണ്ട് എന്ന് തന്നെയാണ്. പക്ഷേ വെന്റിലേറ്റർ മാറ്റുകയും പൂർണ്ണമായി കോൺഷ്യസായി വരണമെങ്കിൽ ഇനി ഒരു ദിവസം കൂടി കഴിയണമെന്നാണ് ഡോക്ടർമാർ ഇപ്പോൾ രാവിലെ മെഡിക്കൽ ബോർഡ് കൂടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. വാവാ സുരേഷിന് പാമ്പുകടിയേറ്റ ഞെട്ടലിൽ നിന്ന് മുക്തരായിട്ടില്ല കുറിച്ചി സ്വദേശികൾ. വിഷപ്പാമ്പിനെ പിടികൂടി തങ്ങളെ സഹായിക്കാനെത്തിയ വാവാ സുരേഷ് ജീവിതത്തിലേക്ക് തിരിച്ചെത്തുന്നത് കാത്തിരിക്കുകയാണ് ഒരു നാടൊന്നാകെ. കുറിച്ചിയിലുള്ളവർക്ക് എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. കുറിച്ചിയിലെ ഈ സ്ഥലത്ത് വെച്ചാണ് വാവാ സുരേഷ് പാമ്പിനെ പിടികൂടാനായി എത്തിയതും ഇവിടെ വെച്ചാണ് വാവാ സുരേഷിന് പാമ്പിൻ്റെ കടി ഏൽക്കുകയും ചെയ്തത്. ഇന്നലെ 4 മണിയോടുകൂടിയാണ് വാവാ സുരേഷ് ഈ സ്ഥലത്തെത്തിയത്. എത്തിയ ഉടൻ തന്നെ മൂർഖൻ പാമ്പിനെ പിടികൂടിയെങ്കിലും ഈ ചാക്കിലേക്ക് കയറ്റുന്നതിനിടയിലാണ് ഈ അപകടമുണ്ടായത്. ഇത് പുള്ളിയെ വിളിച്ച് 3-4 ദിവസം ആയിരുന്നു ഇത് കണ്ടിട്ട്. ഇപ്പം വിളിച്ചപ്പോഴത്തേനും പുള്ളിക്ക് വരാൻ എന്തോ അസൗകര്യം ഉണ്ടായിരുന്നു. ഇന്നലെ ഇങ്ങോട്ട് വിളിച്ചറിയിക്കായിരുന്നു. ഈ ജലധരൻ എന്ന് പറയുന്ന ആളുടെ വീടിൻ്റെ സമീപത്താണിത്. ഈ കൽക്കട്ടിലാണ് ഇത് കണ്ടിരുന്നത്. ഇവിടെ കുറച്ച് വിറകെല്ലാം അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വിറകെല്ലാം എടുത്ത് മാറ്റാൻ പറഞ്ഞു, മാറ്റി. അതിനുശേഷം ഈ കല്ലും എല്ലാം കുറേയൊക്കെ ഇളക്കി മാറ്റി കഴിഞ്ഞപ്പോഴത്തേനും പാമ്പിനെ കണ്ടു. പാമ്പിനെ പുള്ളി ഉടനെ പിടിച്ചു, പെട്ടെന്ന് തന്നെ പിടിക്കുകയും ചെയ്തു. ഈ റോഡിലേക്ക് മാറ്റി കൊണ്ടുവന്ന് ചാക്ക് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ചാക്കി കയറ്റാൻ നോക്കി, 4-5 പ്രാവശ്യം ചാക്കി കയറ്റി, പക്ഷെ അത് കയറിയില്ല, അത് തിരിച്ചിറങ്ങി പോരുമായിരുന്നു. നല്ല വലിപ്പമുള്ളൊരു പാമ്പായിരുന്നു. ഇവിടെ ഇഷ്ടംപോലെ പാമ്പുകളെ കാണാറുണ്ട്. ഇവിടെ ഉള്ളവർക്ക് അതിനെ പിടിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ അത്രയ്ക്ക് വലിയ പാമ്പായിരുന്നു അത്. അതുകൊണ്ടാണ് പുള്ളിനെ വിവരം അറിയിച്ചത് തന്നെ. പുള്ളിയേക്കാളും നീളം ഉണ്ടായിരുന്നു ആ പാമ്പിന്. പുള്ളി ചാക്കി കയറ്റാൻ നോക്കി, അത് കയറാത്തതിന് ശേഷം ഈ മാറ്റി പിടിച്ച് പെട്ടെന്നാണ് അത് കാലിലേക്ക് കടിക്കുകയായിരുന്നു. ചാക്ക് ഇവിടെയൊക്കെ കൃഷിയുള്ളതാണ്. ഇപ്പം വളമെടുത്ത ചാക്കോ മറ്റോ പുള്ളി പറഞ്ഞ് കഴുകിയതായിരുന്നു, എന്നാലും എന്തോ സ്മെല്ലുണ്ടെന്ന് പുള്ളി പറഞ്ഞിരുന്നു. അതായിരിക്കും അത് ചാക്കി കയറാതിരുന്നത്. അതിനുശേഷം കടിച്ചതിന് ശേഷം അത് വലിച്ചെടുക്കുകയായിരുന്നു. വലിച്ച് മാറ്റിയിട്ടപ്പോഴേ അത് പുള്ളി താഴോട്ടിട്ടു അതിനെ. അപ്പോൾ ഇവിടെ ആൾക്കാരെല്ലാം കൂടി, പാമ്പിനെ കാണാനല്ല പുള്ളിനെ കാണാനാണ് ആൾക്കാർ കൂടിയിരുന്നത്. അപ്പത്തിന് ആൾക്കാരെല്ലാം ചെറിയ ഓടുകയൊക്കെ ചെയ്തു. പിന്നെ ഇത് കൽക്കട്ടിലേക്ക് തന്നെയാണ് അത് ഓടി കയറിയത് പിന്നെയും പാമ്പ്. കടിയേറ്റും പുള്ളി തന്നെ കടിച്ചിട്ടും പുള്ളി ഈ പാമ്പിനെ എങ്ങനെയായാലും ഈ ചാക്കിനകത്തോ കുപ്പിക്കകത്തോ ആക്കാനുള്ള ശ്രമത്തിലായിരുന്നു. കടി കൊണ്ടിട്ടും പുള്ളി ഒരു കൈ പാമ്പിനെ ഇങ്ങനെ തൂക്കി പിടിച്ചുകൊണ്ട് മറ്റേ കൈ കൊണ്ട് ബ്ലഡ് വരുന്നത് ഞെക്കി കളയുമായിരുന്നു.
കുറേ നേരം ഞെക്കി. ഇതിനെ എങ്ങനെയാലും പിന്നെ ഓടിച്ചു വന്ന് ഞാനൊരു വലിയൊരു കുപ്പി എടുത്തുകൊണ്ട് വന്ന് അതിനകത്തോട്ട് അതിനകത്ത് തന്നെ കയറാൻ പാടായിരുന്നു. ഒരു വിധത്തിൽ പുള്ളി ഈ പോസ്റ്റെ കൊണ്ട് വെച്ച് ഈ കാലിൻ്റെ വേദനയും ഇതുപോലെ ആയിട്ട് പുള്ളി പോസ്റ്റലോട്ട് പിടിച്ചോണ്ടാണ്, കുപ്പിയും ചിരിച്ച് പിടിച്ചോണ്ടാണ് ഈ പാമ്പിനെ അതിനകത്തോട് കയറ്റി തന്നെ ഒരു വിധത്തിലാണ് കയറ്റി പെട്ടെന്ന് അടച്ചുവെച്ച് പുള്ളി ഇതാ കെട്ടി തുണി കൊണ്ട് വലിച്ചു മുറുക്കി എല്ലാം കെട്ടി വെള്ളം ഒഴിച്ചെല്ലാം കഴുകി പുള്ളി പറഞ്ഞു എന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഈ വീട്ടുകാരും ഉണ്ടായിരുന്നു കൂടെ. ഉടനെ വഴി അറിയാൻ മേലാത്തതിനാൽ അവരുടെ കാറിൽ തന്നെയാണ് അവർ കൊണ്ടുപോയത്. പോയ സമയത്ത് പുള്ളിക്ക് ബോധമൊക്കെ ഉണ്ടായിരുന്നു, സംസാരിക്കുന്നുണ്ടായിരുന്നു. പുള്ളിക്ക് ബോധം പറഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. പോയപ്പോഴും പറഞ്ഞ് അടുക്കാറായപ്പോഴത്തേക്കിന് പുള്ളി ഛർദ്ദിക്കാൻ തുടങ്ങി. കുറച്ച് വിട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഛർദ്ദിന് മുഴുവൻ കാറായപ്പോഴും കിടക്കുക. ഈ ഛർദ്ദിച്ചിട്ടിട്ട് പുള്ളി പോയ വഴി പറഞ്ഞു എനിക്ക് തീരെ അവശതയാണ്, എനിക്ക് തീരെ മേല, കണ്ണാത്ത് ഇരുട്ട് കയറുന്നു, തലയ്ക്കകത്ത് പെരുപ്പുണ്ട്, പറഞ്ഞ് കാലും പുള്ളിക്ക് അങ്ങ് വിഷമമായി, വല്ലാതെ കൈയും കാലൊക്കെ വിറയ്ക്കുന്ന പോലെ, തലയൊക്കെ മരപ്പും പോലെ. എൻ്റെ മോനെ വണ്ടി ഓടിച്ച മോനെ കൊണ്ട് ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്നെ പെട്ടെന്ന് അവിടെ നിന്ന് എത്തിച്ചാൽ മതി, എനിക്ക് കുഴപ്പമൊന്നും വരത്തില്ല, അങ്ങനെയെന്നെല്ലാം പറഞ്ഞാണ് കയറ്റിയത്. ബോധം പറഞ്ഞ് കുറച്ച് ദൂരം നാട്ടകം ഭാഗത്ത് ചെന്നപ്പോഴത്തേന് ഛർദ്ദിലുണ്ടാവുകയും അന്നേരം തന്നെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് കയറ്റാൻ പുള്ളി തന്നെയാണ് പറഞ്ഞത്. ഇന്ന് ഭാരത ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നു. അവിടെ ചെന്ന് അതിനുള്ള മരുന്നുകളെല്ലാം ചെയ്ത് ആണ് പുള്ളി അവിടെ നിന്ന് പിന്നെ കൊണ്ടുപോയത് മെഡിക്കൽ കോളേജിൽ. നിലവിൽ അപകടനില തരണം ചെയ്യുന്ന സാഹചര്യം. ആരോഗ്യനിലയിൽ ആശാവഹമായ പുരോഗതിയുണ്ടെന്ന് ഡോക്ടർമാർ പറയുന്നു. ഹൃദയമിടിപ്പും രക്തസമ്മർദ്ദവും സാധാരണ നിലയിലായി. അന്വേഷണങ്ങളോടും മരുന്നുകളോടും പ്രതികരിച്ചു തുടങ്ങി. അടുത്ത ദിവസം പൂർണ്ണ ബോധാവസ്ഥയിലേക്ക് എത്തുമെന്നാണ് ഡോക്ടർമാർ പ്രതീക്ഷിക്കുന്നത്. 24 കോട്ടയം. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി മനീഷ് മഹിബാലാണ് ഇപ്പോൾ കോട്ടയത്ത് നിന്ന് ചേരുന്നത്. മനീഷ്, വാർത്താമഴയിലേക്ക് സ്വാഗതം. ഒടുവിൽ വാവാ സുരേഷിന്റെ ആരോഗ്യനില സംബന്ധിച്ച് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്താണ് മനീഷ്? ഉന്മേഷ്, എന്താണെങ്കിലും മെഡിക്കൽ കോളേജിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ തുടരുകയാണ്. വെന്റിലേറ്ററിലാണ് നിലവിൽ വാവാ സുരേഷ് ഉള്ളത്. എന്താണെങ്കിലും മരുന്നുകളോടും അന്വേഷണങ്ങളോടും ഒക്കെ തന്നെ ഇന്ന് രാവിലെ മുതൽ വാവാ സുരേഷ് പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. കൈ പൊക്കാൻ പറഞ്ഞാൽ കൈ പൊക്കുകയും കാല് പൊക്കാൻ പറഞ്ഞാൽ കാല് പൊക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ കണ്ണ് തുറക്കുന്ന ഒരു സാഹചര്യമില്ല. അത്തരത്തിൽ നാളെ പക്ഷേ അർദ്ധബോധാവസ്ഥയിലാണ് വാവാ സുരേഷ് എന്നാണ് ഡോക്ടർമാർ നിലവിൽ പറയുന്നത്. എന്താണെങ്കിലും നാളെയോടുകൂടി ഈ നില മെച്ചപ്പെടാനുള്ള സാധ്യത കൂടി ഡോക്ടർമാർ തള്ളിക്കളയുന്നില്ല. എന്താണെങ്കിലും നിലവിൽ ഇതിലെ ഏറ്റവും ആശങ്ക ഡോക്ടർമാർക്കുള്ളൊരു വിഷയം ഈ തലച്ചോറിലേക്കുള്ള രക്തം എത്തുന്ന ഒഴുക്ക് അത് സാധാരണഗതിയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളൊരു വിഷയം തന്നെയാണ്. നിലവിലും ഈ ഒരു നിമിഷവും വാവാ സുരേഷിന്റെ ആരോഗ്യനിലയിൽ ഒരു അപകടനില തരണം ചെയ്തിട്ടില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ മാത്രമാണ്. എന്താണെങ്കിലും ഈ ഇന്നലെ ആശുപത്രിയിലേക്ക് ഭാരത് ഹോസ്പിറ്റലിലേക്കാണ് ആദ്യം കൊണ്ടുവരുന്നത്. ഈ ആശുപത്രിയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഒരു കാർഡിയക് അറസ്റ്റ് വാവാ സുരേഷിന് ഉണ്ടായതായി ഡോക്ടർമാർ സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ ആദ്യം എത്തിച്ച സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ ശ്വസന പ്രക്രിയയ്ക്ക് പ്രശ്നമുള്ളതും അതുപോലെ തന്നെ ഹൃദയത്തിന്റെ പ്രവർത്തനവും ഏകദേശം 20% മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതൊക്കെ തന്നെ മാറ്റാൻ കഴിഞ്ഞത് ആരോഗ്യനില വഷളാകാതിരിക്കാൻ സാധിച്ചു. എന്താണെങ്കിലും അടുത്ത 24 മണിക്കൂർ നാളത്തെ ദിവസം പൂർണ്ണ ബോധാവസ്ഥയിൽ എത്താൻ കഴിയുമെന്ന് ഡോക്ടർമാർ കരുതുന്നുണ്ട്. മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് കൂടിയായിട്ടുള്ള ഹൃദയ ശസ്ത്രക്രിയയിലൊക്കെ തന്നെ അതിവിദഗ്ധനായിട്ടുള്ള ഡോക്ടർ ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള 9 അംഗ സംഘമാണ് നിലവിൽ ഈ പരിചരണം നടത്തുന്നത്. എന്താണെങ്കിലും വലിയ പുരോഗതി ഉണ്ടെന്ന് പറയുമ്പോഴും ഇത്തരത്തിൽ അപകടനില തരണം ചെയ്തിട്ടില്ല എന്നൊരു ആശങ്ക കൂടി ഉണ്ട്. പക്ഷേ പുരോഗതി ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ തന്നെ ഡോക്ടർമാർ പറയുന്നുണ്ട്. അടുത്ത 24 മണിക്കൂറാണ് നിർണായകമായി പറയുന്നത്. എന്താണെങ്കിലും മറ്റൊരു വിഷയം കൂടി ഡോക്ടർമാർ ഉയർത്തിക്കാട്ടുന്നത് ഈ അപകടത്തിന് മുമ്പ് 2-3 ദിവസം മുമ്പ് മാത്രമാണ് വാവാ സുരേഷ് ആശുപത്രി വിട്ടത്. നേരത്തെ അദ്ദേഹത്തിനൊരു അപകടം ഉണ്ടായി, ഒരു ആക്സിഡന്റ് ഉണ്ടായി. അദ്ദേഹം തിരുവനന്തപുരത്തെ ഒരു ആശുപത്രിയിലായിരുന്നു. അതിനുശേഷം 2-3 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു പാമ്പ് പിടുത്തത്തിലേക്ക് വീണ്ടും സജീവമായി ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ആരോഗ്യനിലയിൽ അല്പം ക്ഷീണമുണ്ട്, അത്തരത്തിൽ ഉള്ളൊരു അവസ്ഥയുണ്ട്. പക്ഷേ മരുന്നുകളോട് പ്രതികരിച്ചു തുടങ്ങിയത് അനുകൂലമായിട്ടുള്ളൊരു സ്വഭാവം കൂടിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വാവാ സുരേഷിന് പറഞ്ഞോളൂ മനീഷ്, പറഞ്ഞോളൂ.
വിജയകുമാർ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിനു മുമ്പും ഈ വാവ സുരേഷിന് പാമ്പ് കടിയേറ്റ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഏതൊക്കെ തരം ചികിത്സ നൽകി, അതുകൊണ്ട് തന്നെ അന്ന് പരിചരിച്ച ഡോക്ടർമാരോട് സംസാരിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ വിദഗ്ധമായിട്ടുള്ള ചികിത്സ നൽകുന്നത്. ഒപ്പം തന്നെ ആന്റിവെനം കൃത്യമായി നൽകാൻ കഴിഞ്ഞത്, അതായത് കടിച്ച പാമ്പ് ഏതാണെന്ന് അറിയാൻ കഴിഞ്ഞത് ഏറ്റവും ഉപകാരപ്പെട്ടു. കാരണം ഓരോ പാമ്പിനും ഓരോ തരം വെനമാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ അത് മൂർഖനാണെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ഈ മൂർഖന്റെ വെനം നൽകാൻ, പ്രതി വെനം നൽകാൻ സാധിച്ചത് ഏറ്റവും നിർണായകമായി ഉപകാരപ്പെട്ടു. എന്താണെങ്കിലും നിലവിൽ മരുന്നുകളോട് പ്രതികരിക്കുന്നു. അതുപോലെ തന്നെ ഹൃദയമിടിപ്പ് നോർമലായി. ഇനി നോർമലാകാനുള്ളത് ഈ തലച്ചോറിലേക്കുള്ള രക്തത്തിന്റെ ഒഴുക്കാണ്. നാളത്തെ ദിവസം എന്താണെങ്കിലും അതിനിർണായകമാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ശരി മനീഷ്, ഏതായാലും മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നത് വളരെ നല്ല വാർത്ത തന്നെയാണ്. ഏതായാലും അത്തരത്തിൽ ശുഭകരമായ വാർത്തയ്ക്ക് വേണ്ടി നമുക്ക് വീണ്ടും കാത്തിരിക്കാം. 35 വർഷത്തിനിടയിൽ 300-ലധികം തവണയാണ് വാവ സുരേഷിന് പാമ്പ് കടിയേറ്റത്. പാമ്പിനെ കാണുമ്പോൾ വാവ സുരേഷിനെ ആദ്യം വിളിക്കുന്ന രീതിയിലേക്ക് മലയാളികൾ മാറിക്കഴിഞ്ഞു. പ്രതിഫലം വാങ്ങാതെയുള്ള സേവനമായാണ് പാമ്പ് പിടുത്തത്തെ വാവ സുരേഷ് കാണുകയും ചെയ്യുന്നത്. മലയാളി അത്ഭുതത്തോടെ നോക്കിക്കണ്ട മനുഷ്യൻ തിരുവനന്തപുരം ശ്രീകാര്യത്തുകാരനായ വാവ സുരേഷ്. പാമ്പിനെ കുറിച്ച് പഠിക്കുന്നതും സ്നേഹിച്ചു തുടങ്ങുന്നതും 12-ാം വയസ്സ് മുതലാണ്. പിന്നീട് തുടർച്ചയായ 35 വർഷങ്ങൾ. ഉഗ്രവിഷമുള്ള പാമ്പുകളെ പോലും അനായാസം കൈകാര്യം ചെയ്യുന്ന വാവ സുരേഷ് അന്താരാഷ്ട്ര തലത്തിൽ വരെ ശ്രദ്ധേയനായി. ഇക്കഴിഞ്ഞ കാലത്തിനുള്ളിൽ 300-ലധികം തവണയാണ് വാവ സുരേഷിന് പാമ്പുകടിയേൽക്കുന്നത്. വാവ സുരേഷിന്റെ ശരീരം മുഴുവനും പാമ്പുകടിയേറ്റ പാടുകളാണ്. ഉഗ്രവിഷമുള്ള അണലിയിൽ നിന്ന് കടിയേറ്റത് 16 തവണ. പാമ്പുകടിയേറ്റ ഇടതുകൈയിലെ വിരൽ പണ്ടേ മുറിച്ചു മാറ്റി. ചൂണ്ടുവിരൽ നിവരില്ല. വലതുകൈയിലെ മാംസവും മുറിച്ചു മാറ്റിയിട്ട് അധികകാലമായില്ല. വാവ സുരേഷ് എന്തിന് പാമ്പിനെ പിടിക്കുന്നു? വീടുകളിൽ, ജീവിക്കുന്ന പരിസരങ്ങളിൽ പാമ്പിനെ കാണുമ്പോൾ സാധാരണ മനുഷ്യർ വാവ സുരേഷിനെ വിളിക്കുന്നു. ഏത് രാത്രിയിലും എത്ര ദൂരത്തും അയാൾ പാമ്പിനെ തേടിപ്പോകും. പ്രതിഫലം ആഗ്രഹിച്ചല്ല യാത്രകൾ. ശേഖരിക്കുന്ന പാമ്പുകളെ പ്ലാസ്റ്റിക് ടിന്നുകളിലും ചാക്കുകളിലുമാക്കി കാട്ടിലേക്ക് തന്നെ മടക്കി അയക്കുന്നു. അതാണ് രീതി. സുരേഷിന്റെ രീതികളെല്ലാം വ്യത്യസ്തമായിരുന്നു. പാമ്പിൻ വിഷം കുടിക്കുന്ന സുരേഷിന്റെ രീതി വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. സ്വയം മൂർഖൻ കുഞ്ഞുങ്ങളെ കൊണ്ട് കടിപ്പിക്കും. ഇങ്ങനെയാണ് തനിക്ക് ആന്റിബോഡി കിട്ടിയതെന്ന് സുരേഷ് വാദിക്കുന്നതും മലയാളി കണ്ടു. 700-ലധികം തവണയാണ് സുരേഷ് മലയാളികൾക്ക് മുന്നിൽ പാമ്പിൻ വിഷം കുടിച്ചു കാണിച്ചിട്ടുള്ളത്. വാവ സുരേഷിന് നേരിടേണ്ടി വന്ന വിമർശനങ്ങളൊന്നും ചെറുതല്ല. വാവ സുരേഷിന്റെ പാമ്പുപിടുത്തം ശാസ്ത്രീയമല്ലെന്ന് പല കോണുകളിൽ നിന്നും വിമർശനമുയർന്നു. പ്രൊഫഷണൽ സ്നേക്ക് ക്യാച്ചേഴ്സ് ഉപയോഗിക്കുന്ന പല ടൂളുകളും വാവ സുരേഷ് ഉപയോഗിച്ചിരുന്നില്ല. അത് സുരേഷിനും പാമ്പിനും ഒരുപോലെ അപകടമാണെന്ന് ചിലർ പറഞ്ഞു. വിമർശനം രൂക്ഷമായപ്പോൾ ഇടക്കാലത്ത് വാവ സുരേഷ് പിണങ്ങിപ്പിരിഞ്ഞു. വാവ സുരേഷിനെ വിമർശിക്കേണ്ട സമയമാണോ ഇതെന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ അദ്ദേഹം പ്രൊഫഷണൽ രീതികൾ പരിചയിച്ചു തുടങ്ങേണ്ടതുണ്ട്. വിമർശിക്കുന്നവരാരും സുരേഷിനോട് സ്നേഹമില്ലാത്തവരുമല്ല. ഏറ്റവും ശക്തിയേറിയ പാമ്പുകടിയാണ് ഇത്തവണയുണ്ടായത്. ജീവൻ നിലനിർത്താൻ ആരോഗ്യ പ്രവർത്തകർ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ആരോഗ്യനിലയിലെ പുരോഗതി ആശ്വാസം നൽകുന്നതാണ്. മലയാളികളുടെ പ്രിയപ്പെട്ട വാവ സുരേഷ് എത്രയും വേഗം തിരിച്ചു വരട്ടെ. ക്യാമറാമാൻ അഭിലാഷ് തൊഴുവങ്കോടിനും രാജേഷിനുമൊപ്പം ശ്രീനിത കൃഷ്ണൻ, 24 തിരുവനന്തപുരം. വാവ സുരേഷ് തിരിച്ചു വരാനുള്ള കാത്തിരിപ്പിലാണ് മലയാളി. വാർത്താമഴ ഇനി പോകുന്നത് ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്കാണ്. നോക്കാം ഹെഡ്ലൈൻസ്. ആദായ നികുതി സ്ലാബുകളിൽ മാറ്റം വരുത്താതെ പൊതുബജറ്റ്. നികുതി റിട്ടേൺ പരിഷ്കരിക്കും. മറച്ചുവച്ച വരുമാനം പിന്നീട് വെളിപ്പെടുത്താം. രാജ്യത്തിന്റെ ഡിജിറ്റൽ റുപ്പി ഈ വർഷം. ഡിജിറ്റൽ ഇടപാടുകളിലെ വരുമാനത്തിന് നികുതി. 5G ലേലം ഈ വർഷം. 2025ഓടെ എല്ലാ ഗ്രാമങ്ങളിലും OFC. ഇ പാസ്പോർട്ടിനും അനുമതി. LIC സ്വകാര്യവൽക്കരണം ഉടൻ.
ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിന് കേന്ദ്ര ബജറ്റിൽ സമഗ്ര പദ്ധതികൾ. പ്രാദേശിക ഭാഷകളിൽ വിദ്യാഭ്യാസ ചാനലുകൾ തുടങ്ങും. 2 ലക്ഷം അങ്കണവാടികൾ നവീകരിക്കും. 1.5 ലക്ഷം പോസ്റ്റ് ഓഫീസുകളിൽ കോർ ബാങ്കിംഗ് സൗകര്യം. മൊബൈൽ ഫോണുകൾക്കും ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾക്കും വില കുറയും. ഇറക്കുമതി ചെയ്യുന്ന നിർമ്മാണ വസ്തുക്കൾക്കും കുടകൾക്കും വില കൂടും. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് നിരാശ. GST നഷ്ടപരിഹാര കാലാവധി നീട്ടിയില്ല. സിൽവർ ലൈനിനെ കുറിച്ച് പരാമർശമില്ല. 1 ലക്ഷം കോടി രൂപ വരെ സംസ്ഥാനങ്ങൾക്ക് പലിശരഹിത വായ്പ. ബജറ്റ് ജനങ്ങൾ ഏറ്റെടുത്തുവെന്ന് പ്രധാനമന്ത്രി. സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണർവേകാനുള്ള പദ്ധതികൾ ഇല്ലെന്ന് പ്രതിപക്ഷം. സംസ്ഥാനങ്ങളെ ദുർബലപ്പെടുത്തുന്ന ബജറ്റെന്ന് മുഖ്യമന്ത്രി. ഗൂഢാലോചന കേസിൽ ദിലീപ് ഹാജരാക്കിയ 6 ഫോണുകൾ ആലുവ മാജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിച്ചു. ഫോണുകൾ പരിശോധിക്കാൻ അനുമതി തേടി അന്വേഷണ സംഘം. പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വ്യാഴാഴ്ചത്തേക്ക് മാറ്റി. നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ നീട്ടണമെന്ന ആവശ്യം കോടതി തള്ളി. കണ്ണൂർ VC നിയമനത്തിൽ മന്ത്രി R ബിന്ദുവിനെതിരായ ഹർജിയിൽ ലോകായുക്ത വിധി വെള്ളിയാഴ്ച. മന്ത്രിയുടെ കത്തിലെ നിർദ്ദേശം ഗവർണർക്ക് തള്ളുകയോ കൊള്ളുകയോ ചെയ്യാമെന്ന് ലോകായുക്ത. വിധി വരും മുൻപ് ഓർഡിനൻസ് ഇറങ്ങുമോ എന്ന് ലോകായുക്തയുടെ ചോദ്യം. MG യൂണിവേഴ്സിറ്റി VCയായി ഡോക്ടർ ജാൻസി ജെയിംസിനെ നിയമിച്ചത് അനധികൃതമെന്ന് കാണിച്ച് മുൻ മന്ത്രി KT ജലീൽ. പാമ്പുകടിയേറ്റ് ചികിത്സയിൽ കഴിയുന്ന വാവ സുരേഷിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി. ഹൃദയമിടിപ്പും രക്തസമ്മർദ്ദവും സാധാരണ നിലയിലായി. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്നും ഡോക്ടേഴ്സ്. മെഡിക്കൽ ബോർഡ് ചേർന്ന് വാവ സുരേഷിന്റെ ആരോഗ്യനില വിലയിരുത്തി. സംസ്ഥാനത്ത് 3ാം തരംഗത്തിലെ കോവിഡ് വ്യാപന തോത് കുറയുന്നുവെന്ന് ആരോഗ്യമന്ത്രി. ആശുപത്രികളിൽ കോവിഡ് ലക്ഷണവുമായി എത്തുന്നവരെ ചികിത്സിക്കാൻ പ്രത്യേക ഇടമൊരുക്കണം. ഇന്ന് 51,887 പേർക്ക് കോവിഡ്. TPR 42.86%. C കാറ്റഗറി ജില്ലകളിൽ സിനിമാ തിയേറ്ററുകൾ തുറക്കാൻ കഴിയില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. സംസ്ഥാനത്ത് ബസ് ചാർജ് വർധന ഉടൻ പ്രഖ്യാപിച്ചേക്കും. നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന് ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷൻ. മിനിമം ചാർജ് 8 നിന്ന് 10 രൂപയാക്കാനും വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് 5 രൂപയാക്കാനും ശുപാർശ. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില കുറച്ചു. 19 കിലോ സിലിണ്ടറിന്റെ വില 101 രൂപ കുറഞ്ഞു. സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യം എന്ത് എന്നാണ് ഇനി വാർത്താമഴ പരിശോധിക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് 51,887 പേർക്ക് കൂടിയാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 42.86% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,21,048 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 40,383 പേർ ഇന്ന് രോഗമുക്തരാവുകയും ചെയ്തു. 3ാം തരംഗത്തിലെ വ്യാപനത്തോത് കുറയുന്നതായാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. സംസ്ഥാനത്ത് വിദേശത്ത് നിന്ന് ഹ്രസ്വകാലത്തേക്ക് വരുന്നവർക്ക് ക്വാറന്റൈൻ ആവശ്യമില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. വിവരങ്ങളുമായി 7 ദിവസത്തിൽ താഴെ ഹ്രസ്വകാലത്തേക്ക് സംസ്ഥാനത്ത് വരുന്നവർക്ക് ക്വാറന്റൈൻ ആവശ്യമില്ല. അവർ കേന്ദ്ര സർക്കാരിൻ്റെ പരിശോധനാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ്. അങ്ങനെ ഷോർട്ട് വിസിറ്റിന് വരുന്നവർക്ക് അവരുടെ വീട്ടിലോ ഹോട്ടലിലോ താമസിക്കാം. കർശനമായ കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ്. സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യം സംബന്ധിച്ച വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് അലക്സ് റാം മുഹമ്മദാണ് ഇപ്പോൾ ചേരുന്നത്. അലക്സ്, വാർത്താമടയിലേക്ക് സ്വാഗതം. ഈ കോവിഡ് കേസുകൾ ഇന്നും 50,000-ന് മുകളിലുണ്ട്. അപ്പോഴും ഈ TPR കുറഞ്ഞു വരുന്നുണ്ടല്ലോ. ഇത് ആശ്വാസ സൂചകമായി കാണാനുള്ള ഒരു സമയമായിട്ടുണ്ടോ? അലക്സ്, എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഉന്മേഷ, തീർച്ചയായും സംസ്ഥാനത്ത് ഈ 3ാം തരംഗത്തിനോടനുബന്ധിച്ച് ഈ രോഗവ്യാപന തോത് കുറയുന്നതായാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. പക്ഷേ ഇന്ന് 50,000-ന് മുകളിൽ 1,50,000-ന് മുകളിൽ കോവിഡ് കേസുകൾ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 51,887 പേർക്കാണ് സംസ്ഥാനത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കോവിഡ് സ്ഥിരീകരിച്ചത്. നടത്തിയ സാമ്പിൾ പരിശോധനകളുടെ എണ്ണം 1,21,048 ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 42.86%. ചില ജില്ലകളിൽ, എറണാകുളം അടക്കമുള്ള ജില്ലകളിൽ തീവ്രവ്യാപനം ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എറണാകുളത്ത് 9,000-ന് മുകളിൽ പ്രതിദിന രോഗികളുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ 7,000-ന് മുകളിൽ കോവിഡ് കേസുകളുണ്ട്. അത്തരത്തിൽ ചില ജില്ലകളിൽ 7,000-നും 5,000-നും മുകളിലൊക്കെ കോവിഡ് രോഗികൾ ഉണ്ട് താനും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ രോഗവ്യാപന തോത് കുറയുന്നതായി ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നുണ്ട്. മാത്രമല്ല ഏറ്റവും പ്രധാനമായി മന്ത്രി തന്നെ വ്യക്തമാക്കുന്ന കാര്യം, ഈ ജനുവരി 3ാം ആഴ്ചയിലേക്ക് എത്തുമ്പോൾ ഏതാണ്ട് 215% ഈ വ്യാപന തോത് ഉയർന്നു നിന്ന
സാഹചര്യത്തിൽ അത് ഈ ആഴ്ചയിലേക്ക് തട്ടിച്ചു നോക്കുമ്പോൾ 16% ആ തോത് കുറഞ്ഞു എന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ വ്യക്തമാക്കിയത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മന്ത്രി വ്യക്തമാക്കിയത് പ്രവാസികളുമായി ബന്ധപ്പെട്ടാണ്. ഈ വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരുന്നവർ, അതായത് 7 ദിവസത്തിൽ കുറവുള്ള ഹ്രസ്വകാല സന്ദർശനത്തിന് വരുന്നവർക്ക് ക്വാറന്റൈൻ ഇനി ആവശ്യമില്ല എന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. കേന്ദ്ര മാർഗനിർദ്ദേശ പ്രകാരമാണ് ഇത്തരമൊരു നിർദ്ദേശം സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. മാത്രമല്ല കേന്ദ്രം അനുശാസിക്കുന്ന തരത്തിൽ പരിശോധന നടത്താൻ ഇവർ ബാധ്യസ്ഥരാണ്. വീടുകളിലോ ഹോട്ടലുകളിലോ ഇവർക്ക് താമസിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. പക്ഷേ ഈ കോവിഡ് പ്രോട്ടോകോൾ കൃത്യമായി പാലിക്കണമെന്ന് വ്യക്തമാക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോവിഡുമായി ബന്ധപ്പെട്ട ചികിത്സാ മാർഗനിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനം, കഴിഞ്ഞ ദിവസം അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയതുപോലെ സംസ്ഥാനത്ത് കോവിഡുമായി ബന്ധപ്പെട്ട ചികിത്സ നിഷേധിക്കുകയാണെങ്കിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാർ ആശുപത്രികളിലാണെങ്കിലും ആ സൗകര്യം, ചികിത്സാ സൗകര്യം ഉണ്ടായിരുന്നിട്ട് പോലും ചികിത്സ നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ കർശന നടപടി സ്വീകരിക്കും. സ്വകാര്യ ആശുപത്രികളിൽ കോവിഡ് ബാധിച്ച ആളുകളെ ചികിത്സിക്കാൻ ആശുപത്രി അധികൃതർ അല്ലെങ്കിൽ ആശുപത്രി ബാധ്യസ്ഥമാണ് എന്ന് വ്യക്തമാക്കുന്നു. അത്തരത്തിൽ ഈ നിർദ്ദേശങ്ങൾ പുതുക്കിയിട്ടുണ്ട്. കോവിഡുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ കാര്യമായി തന്നെ പുതുക്കിയിട്ടുണ്ട്. ചികിത്സയിൽ ഇരിക്കുന്ന കാര്യങ്ങൾ, ഈ ചികിത്സയ്ക്ക് എത്തുന്നവരിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം കോവിഡ് പരിശോധന നടത്തിയാൽ മതി എന്ന് പറയുന്നു. അടിയന്തര ആവശ്യമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഇവരുടെ രോഗം തിരിച്ചറിയുന്നതിന് വേണ്ടി ഇത് നടത്തണമെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശം വേണം ഈ കോവിഡ് പരിശോധനയ്ക്കെന്ന് വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല ഈ അടിയന്തര വിഭാഗത്തിൽ പ്രവേശിക്കപ്പെട്ടവരാണെങ്കിൽ അവർക്ക് കോവിഡ് പരിശോധന വേണമെങ്കിൽ അതും ആലോചിക്കാം. കോവിഡ് പരിശോധന നടത്താം, പക്ഷേ അവർക്ക് അവിടെ തന്നെ ചികിത്സ നൽകണം എന്നൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം നൽകുന്നുണ്ട്. അതല്ല എങ്കിൽ കോവിഡ് ICUയിലേക്ക് അവരെ മാറ്റണമെങ്കിൽ അത് മാറ്റുന്നതിനുള്ള സൗകര്യം ഒരുക്കണമെന്നും ഈ ചികിത്സാ മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു. എന്താണെങ്കിലും കർശനമായ ജാഗ്രത തുടരേണ്ടിയിരിക്കുന്നു. അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ സംസ്ഥാനത്തെ വ്യാപന തോത് കുറയും എന്നാണ് ആരോഗ്യവകുപ്പ് പ്രതീക്ഷിക്കുന്നത്. ഉന്മേഷ്. ശരി, അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്. കോവിഡ് കേസുകൾ കുറഞ്ഞു വരുന്നുണ്ടെന്ന് ആരോഗ്യവകുപ്പ് പറയുന്നുണ്ട്. ഈ TPR അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ഈ വിലയിരുത്തൽ. വീടുകളിൽ നടക്കുന്ന പരിശോധനയുടെ കണക്കുകൾ സർക്കാരിലേക്ക് എത്തുന്നില്ലല്ലോ. ഇപ്പോൾ ഈ സെൽഫ് കിറ്റുകൾ ഉപയോഗിച്ചുള്ള പരിശോധന, അതിന്റെ കണക്കുകൾ ലഭിക്കുന്നില്ല. സർക്കാരിന്റെ കണക്കിലില്ല. അതുകൂടെ വരുമ്പോൾ എവിടെ എത്തുമെന്നാണ് ആരോഗ്യ വിദഗ്ധരൊക്കെ ചോദിക്കുന്നത്. എന്തായാലും കുറയുന്നു എന്നത് ആശ്വാസകരം തന്നെയാണ്. അത് കുറയട്ടെ, വീണ്ടും കുറയട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത മറ്റൊന്നുമല്ല, ബജറ്റിന്റെ വിശദാംശങ്ങൾ തന്നെയാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ അതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കേണ്ട സമയമായി എന്ന് തോന്നുന്നു. തീർച്ചയായും ആദായ നികുതി ഘടനയിൽ മാറ്റങ്ങളൊന്നുമില്ലാതെയാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 4ാം ബജറ്റ് അവതരിപ്പിച്ചത്. ഡിജിറ്റൽ റുപ്പി ഈ വർഷം ഉണ്ടാകുമെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ബജറ്റ് സ്ത്രീകൾ, കർഷകർ, പിന്നാക്ക വിഭാഗങ്ങൾ എന്നിവരുടെ ക്ഷേമം ലക്ഷ്യം വെച്ചുള്ളതാണ്. ബജറ്റിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് അവതരിപ്പിച്ച കേന്ദ്ര ബഡ്ജറ്റ് ഊന്നൽ നൽകുന്നത് അടിസ്ഥാന സൗകര്യ വികസന മേഖലയ്ക്കും കാർഷിക മേഖലയ്ക്കുമാണ്. കാർഷിക മേഖലയിലെ പ്രഖ്യാപനങ്ങളുടെ പട്ടിക നമ്മൾ പരിശോധിച്ചാൽ ഏറെ ശ്രദ്ധേയമായിട്ട് തോന്നുന്നത് ഗോതമ്പിനും നെല്ലിനും താങ്ങുവില പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നതാണ്. 2.7 ലക്ഷം കോടി രൂപയാണ് ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില നൽകാനായി കേന്ദ്ര സർക്കാർ ബഡ്ജറ്റിൽ മാറ്റിവെച്ചിരിക്കുന്നത്. ആധുനികവൽക്കരിക്കുക കൃഷിയെ എന്നത് കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. ഇതിനു വേണ്ടുന്ന നിർദ്ദേശങ്ങളുടെ ഭാഗം എന്ന വിധത്തിൽ കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കാൻ പാകത്തിലുള്ള ഡ്രോണുകളുടെ ഉപയോഗം രാജ്യത്ത് അനുവദിക്കും എന്ന പ്രഖ്യാപനം ധനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു. ഇക്കാര്യം നേരത്തെ തന്നെ കൃഷി മന്ത്രാലയവുമായുള്ള ചർച്ചകളിൽ ധാരണയായിരുന്നതാണ്. അതിന്റെ പ്രഖ്യാപനമാണ് ഇന്ന് ധനമന്ത്രി നടത്തിയിരിക്കുന്നത്. ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കാനുള്ള പ്രഖ്യാപനവും ധനമന്ത്രിയുടെ ഇന്നത്തെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഇടം പിടിച്ചു. ഇപ്പോൾ സ്റ്റാർട്ടപ്പുകളുടെ കാലമാണ്. കാർഷിക മേഖലയിലും സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കാനുള്ള പ്രഖ്യാപനവും കൃഷിമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇന്നുണ്ടായി. അത് രാജ്യത്തെ സാമ്പത്തിക മേഖലയെ വലിയ രീതിയിൽ ചലിപ്പിക്കും എന്ന നിരീക്ഷണമാണ് ധനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഉപരിതല ഗതാഗത മേഖലയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളുടെ പട്ടിക പരിശോധിച്ചാലും ഏറെ വൈവിധ്യമായവ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. 25,000 കിലോമീറ്റർ ദേശീയപാത വികസനം എന്നതാണ് സുപ്രധാനമായ നിർദ്ദേശം. 2,000 കിലോമീറ്ററാണ് റെയിൽ ഗതാഗതം വർദ്ധിപ്പിക്കാനായി നിർദ്ദേശിച്ചിട്ടുള്ളത്. അതുകൂടാതെ 400 വന്ദേ ഭാരത് ട്രെയിനുകളുടെ പ്രഖ്യാപനവും ഇന്നത്തെ ബഡ്ജറ്റിന്റെ ഭാഗമായി ഇടം പിടിച്ചു. 100 കാർഗോ ടെർമിനലുകൾ സ്ഥാപിക്കും എന്ന പ്രഖ്യാപനവും ബഡ്ജറ്റിന്റെ സുപ്രധാനമായിട്ടുള്ള പ്രഖ്യാപനങ്ങളുടെ പട്ടികയിലാണ് നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുക. രാജ്യത്തെ സംബന്ധിച്ച് ഉപരിതല ഗതാഗത മേഖലയിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വരും വർഷങ്ങളിൽ കാരണമാകുന്ന നിർദ്ദേശങ്ങളാണ് താൻ അവതരിപ്പിച്ചതെന്നും ധനമന്ത്രി ഇന്ന് ബഡ്ജറ്റ് അവതരണത്തിന് മധ്യേ അവകാശപ്പെട്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലമാണ് ഇപ്പോഴത്തേത്. അതുകൊണ്ട് തന്നെ ധനമന്ത്രി അവതരിപ്പിക്കുന്ന കേന്ദ്ര ബഡ്ജറ്റിൽ മധ്യവർഗ സമൂഹത്തെ തൃപ്തിപ്പെടുത്താനുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് കരുതപ്പെട്ടിരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ആദായ നികുതി സ്ലാബുകളിലെ മാറ്റം. എന്നാൽ ആദായ നികുതി സ്ലാബുകളിൽ
മാറ്റമുണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇന്ന് ശ്രദ്ധേയമായിട്ടുള്ള ബഡ്ജറ്റ് നിരീക്ഷണങ്ങളിൽ ഒന്ന്. രണ്ടാമത്തത്, ആദായ നികുതി സമർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക സംവിധാനം നടപ്പാക്കും എന്ന പ്രഖ്യാപനവും ബഡ്ജറ്റ് നിർദ്ദേശത്തിന്റെ ഭാഗമായി ഇടം പിടിച്ചു. രാജ്യത്ത് 3.5 കോടി വീടുകളിലേക്ക് ശുദ്ധജലം എത്തിക്കാനുള്ള പദ്ധതിയുടെ പ്രഖ്യാപനവും ഇന്നത്തെ ബഡ്ജറ്റിൽ ഇടം പിടിച്ചു എന്നതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. രാജ്യത്തിന് സ്വന്തമായി ഡിജിറ്റൽ കറൻസി യാഥാർത്ഥ്യമാവുകയാണ്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ തന്റെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ അതിനും ഇടം നൽകി. റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിലായിരിക്കും ഡിജിറ്റൽ കറൻസി യാഥാർത്ഥ്യമാവുക. ഡിജിറ്റൽ കറൻസി യാഥാർത്ഥ്യമാകുന്നതിനൊപ്പം തന്നെ ഈ പാസ്പോർട്ടുകളുടെ കാര്യവും ധനമന്ത്രി ഇന്നത്തെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഉൾപ്പെടുത്തി. ഈ വർഷം തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് ധനമന്ത്രിയുടെ പ്രഖ്യാപനം. PM ആവാസ് യോജനയിൽ 80 ലക്ഷം വീടുകൾ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ ഇക്കുറി നിർമ്മിക്കുമെന്ന പ്രഖ്യാപനവും ധനമന്ത്രിയുടെ ബഡ്ജറ്റ് പ്രസംഗത്തെ ശ്രദ്ധേയമാക്കുന്നുണ്ട്. നദീ സംയോജനം കേരളം എതിർത്ത പദ്ധതിയാണ്. നദീ സംയോജനത്തിന്റെ തുടക്കവും ധനമന്ത്രിയുടെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഇന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അതിലെല്ലാം ഉപരി ഡിജിറ്റൽ സർവകലാശാലയുടെ പ്രഖ്യാപനം ഏറെ ശ്രദ്ധേയമാണ്. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ പ്രോത്സാഹനം നൽകുന്ന ഒരു പ്രഖ്യാപനമായി ഇതിനെ കണക്കാക്കാം. ആദായ നികുതി സ്ലാബുകൾക്ക് മാറ്റമില്ല എന്നുള്ളതാണ് പൊതുബജറ്റിൽ നിന്ന് വ്യക്തമാകുന്നത്. രാജ്യത്തെ ആദായ നികുതി റിട്ടേണിന് പുതിയ സംവിധാനം ഏർപ്പെടുത്തും എന്നുള്ള പ്രഖ്യാപനം കൂടി വന്നിട്ടുണ്ട്. നികുതി റിട്ടേൺ 2 വർഷത്തിനകം പുതുക്കി ഫയൽ ചെയ്യാം. മറച്ചുവെച്ച വരുമാനം പിന്നീട് വെളിപ്പെടുത്താൻ ഇതോടെ അവസരമുണ്ടാവുകയും ചെയ്യും. നികുതി ഘടനയിൽ മാറ്റങ്ങളില്ലാതെയാണ് ഇത്തവണ ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേന്ദ്ര ബജറ്റ് പ്രഖ്യാപിച്ചത്. നികുതിദായകരെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു ട്രസ്റ്റ് ബേസ്ഡ് സംവിധാനമാണ് ആദായ നികുതി പരിഷ്കരണത്തിൽ ഉദ്ദേശിക്കുന്നതെന്ന് ധനമന്ത്രി പറഞ്ഞു. ആദായ നികുതി സ്ലാബുകളിൽ ഒരു മാറ്റവുമില്ല. IT റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അവ തിരുത്താൻ 2 വർഷം വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. മറച്ചുവെച്ചിരിക്കുന്ന ആസ്തി പിന്നീട് വെളിപ്പെടുത്താനും സാധിക്കും. അതേപോലെ സഹകരണ സംഘങ്ങളുടെ മിനിമം നികുതി 18% നിന്ന് 15% കുറച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ NPS-ന്മേൽ 14% നികുതി ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുതുതായി വന്ന ഒരു നികുതി പരിഷ്കാരം വെർച്വൽ ആസ്തിയിന്മേലുള്ള നികുതിയാണ്. വെർച്വൽ ആസ്തികളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന് 30% നികുതി ഈടാക്കും. ഇത് നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കുന്ന വെർച്വൽ ആസ്തിയാണെങ്കിലും ഈ നികുതി ബാധകമാണ്. അതേപോലെ തന്നെ വെർച്വൽ ആസ്തികളുടെ കൈമാറ്റത്തിനും ഇടപാടിനും 1% TDS-ഉം ബാധകമാണ്. പക്ഷേ ഈ വെർച്വൽ ആസ്തികൾ എന്തൊക്കെയാണെന്നുള്ള കാര്യത്തിൽ വ്യക്തത ഇനിയും വരേണ്ടിയിരിക്കുന്നു. ഇത്തവണ നികുതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ബജറ്റിലുള്ള പരാമർശങ്ങൾ ഇവയൊക്കെയാണ്. മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കൂടി വാർത്താമഴ കടക്കുകയാണ്. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിൽ മന്ത്രി ഡോക്ടർ R ബിന്ദുവിനെതിരായ ഹർജിയിൽ ഫെബ്രുവരി 4 ലോകായുക്ത വിധി പറയും. ചാൻസലറും പ്രോ ചാൻസലറും തങ്ങളുടെ പരിധിയിൽ വരില്ലെന്ന് വാദങ്ങൾക്കിടെ ലോകായുക്ത വ്യക്തമാക്കി. മന്ത്രി ഡോക്ടർ R ബിന്ദുവിന്റെ കത്ത് ശുപാർശ അല്ലെന്നും നിർദ്ദേശം മാത്രമാണെന്നും ലോകായുക്ത പരാമർശിച്ചു. അതേസമയം ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ് മന്ത്രി കത്ത് നൽകിയത് എന്നായിരുന്നു സർക്കാരിന്റെ വാദം. ഇത് സംബന്ധിച്ച് നിർണായക ചില കത്തിടപാടിന്റെ വിവരങ്ങളും സർക്കാർ ഇന്ന് കോടതിയിൽ ഹാജരാക്കി. ഷഫീദ് റാവുത്തറാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ഷഫീദ്, വാർത്താമഴയിലേക്ക് സ്വാഗതം. ഈ ലോകായുക്ത വ്യക്തമാക്കിയ നിലപാട് എന്താണ്? ഒപ്പം ഇന്ന് സർക്കാർ ലോകായുക്തയ്ക്ക് മുൻപാകെ കൈമാറിയ രേഖകൾ എന്തൊക്കെയാണ്? ഗുഡ് ഈവനിംഗ് വിജയകുമാർ, ഉന്മേഷ്. ഇന്ന് നിർണായകമായ ഒരു നീക്കം ഈ കണ്ണൂർ VC നിയമനവുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തല നൽകിയ ഹർജി പരിഗണിക്കവേ സർക്കാർ എടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ലോകായുക്ത ആവശ്യപ്പെട്ടതനുസരിച്ച് ഗവർണർക്ക് മന്ത്രി അയച്ച കത്തുകളുടെ ഫയലുകളും അനുബന്ധ ഫയലുകളും ഹാജരാക്കാൻ കഴിഞ്ഞ സിറ്റിംഗിൽ ലോകായുക്ത നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 2 കത്തുകൾ, 2 പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നിർണായകമായ കത്തുകൾ ഇന്ന് സംസ്ഥാന സർക്കാർ ലോകായുക്തയ്ക്ക് മുൻപ് കൈമാറിയത്. അതിൽ ഏറ്റവും പ്രധാനം കണ്ണൂർ VC നിയമനത്തിന് ആരുടെയെങ്കിലും പേര് നിർദ്ദേശിക്കാനുണ്ടോ എന്ന ചോദ്യം ഉന്നയിച്ച ഗവർണറുടെ ഓഫീസിൽ നിന്ന് മന്ത്രിയുടെ ഓഫീസിലേക്ക് ഒരു കത്ത് അയച്ചിരുന്നു. സെർച്ച് കമ്മിറ്റി പിരിച്ചുവിട്ട പശ്ചാത്തലത്തിലായിരുന്നു ഗവർണറുടെ ഓഫീസിൽ നിന്ന് ഇങ്ങനെ ഒരു കത്ത് മന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തിയത്. ഈ കത്താണ് പ്രധാനമായും സർക്കാർ ഇന്ന് ലോകായുക്തയ്ക്ക് മുൻപിൽ നൽകിയത്. ഈ കത്തിന്റെ മറുപടി കത്തായിട്ടാണ് ഒരു പ്രപ്പോസൽ എന്ന മട്ടിൽ ഈ കണ്ണൂർ VC പുനർനിയമനം എന്നുള്ള കാര്യത്തിൽ മന്ത്രിയുടെ ഓഫീസിൽ നിന്നൊരു കത്ത് പോയത് എന്നുള്ള കാര്യം ഇന്ന് ലോകായുക്തയിൽ സർക്കാർ വിശദീകരിച്ചു. ഇതിന് പിന്നാലെ ഈ രേഖകളടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച ശേഷം പുതുതായി എന്താണ് കോടതിക്ക് അന്വേഷിക്കാനുള്ളതെന്ന് ലോകായുക്ത ചോദിച്ചു. മാത്രവുമല്ല, ലോകായുക്ത എടുത്തു പറഞ്ഞ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, മന്ത്രി ഉന്നത വിദ്യാഭ്യാസ
വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഗവർണർക്ക് അയച്ചത് ഒരു ശുപാർശ കത്താണ്, അതൊരു പ്രൊപ്പോസൽ മാത്രമാണ്, അതൊരു പ്രൊപ്പോസൽ കത്താണ്, റെക്കമെൻഡേഷൻ അല്ല എന്നുള്ളത് ഇന്ന് ലോകായുക്ത വ്യക്തമാക്കി. പ്രൊപ്പോസൽ തള്ളാനോ കൊള്ളാനോ കഴിയുമായിരുന്നു, അത് ഗവർണർക്ക് അത് കഴിയുമായിരുന്നു എന്നുള്ള കാര്യവും ഇന്ന് ലോകായുക്ത പറഞ്ഞു. അതേസമയം തന്നെ ചാൻസലർ, പ്രോ ചാൻസലർ എന്നിവർ ലോകായുക്തയുടെ പരിധിയിൽ വരില്ല എന്നും ഇന്ന് ലോകായുക്ത വ്യക്തമാക്കി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് സർക്കാരിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഹർജിക്കാരൻ്റെ രാഷ്ട്രീയം പരിഗണിക്കണമെന്നുള്ള വാദമാണ് ഇന്ന് മുന്നോട്ട് വെച്ചത്. മുൻ പ്രതിപക്ഷ നേതാവാണ് ഹർജിക്കാരനെന്നും സർക്കാർ അഭിഭാഷകൻ ഇന്ന് ലോകായുക്തയിൽ വാദിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ഫെബ്രുവരി 4 വെള്ളിയാഴ്ചയിലേക്ക് ഈ കേസിൻ്റെ ഉത്തരവ് പറയാൻ വേണ്ടി മാറ്റിയിട്ടുണ്ട്. അന്ന് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹർജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തുടർവാദവും ലോകായുക്ത കേൾക്കും. ഇന്ന് ഒരു വലിയ രാഷ്ട്രീയ വിവാദമായ ലോകായുക്ത ഭേദഗതി ഓർഡിനൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാമർശവും ഹർജി പരിഗണിക്കവേ ലോകായുക്ത നടത്തിയെന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. വാദപ്രതിവാദത്തിനിടെ ഒരു പരിഹാസത്തിന്റെ സ്വഭാവത്തിലുള്ള ഒരു പരാമർശമായി തോന്നി ആ ഒരു വാക്ക് കണ്ടപ്പോൾ. അങ്ങനെ ഒരു പരിഹാസം ഉണ്ടായിരുന്നു ആ പരാമർശത്തിൽ. ഒരു തരത്തിൽ നമുക്ക് അങ്ങനെ വിലയിരുത്താൻ കഴിയും. രണ്ട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂട്ടിച്ചേർത്ത് പറയാൻ കഴിയും. ഒന്ന്, ലോകായുക്ത ഭേദഗതി ഓർഡിനൻസുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം അവിടെ നടത്തേണ്ടതായിട്ടുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമായി ഉയരുന്നു. രണ്ടാമത്തെ ചോദ്യമായി വരുന്നത്, ലോകായുക്ത ഇന്ന് നടത്തിയ ഒരു പരോക്ഷമായ ഒരു ആക്ഷേപമോ അതല്ലെങ്കിൽ അതൊരു പരിഹാസ രീതിയിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതായത് കേസ് വെള്ളിയാഴ്ചയിലേക്ക് മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ മാറ്റി ഒരു വിധി അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം തീരുമാനിച്ച് പറഞ്ഞതിന് ശേഷമാണ് ലോകായുക്ത ചൂണ്ടിക്കാണിച്ചത് ഈ ഭേദഗതി ഓർഡിനൻസിൽ അക്കാര്യത്തിൽ അതിനുള്ളിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാകുമോ എന്നുള്ളത്. സ്വാഭാവികമായും അത് പരിഹാസ രൂപേണയായി നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താം. പക്ഷേ അതേസമയം തന്നെ ലോകായുക്ത ഇന്ന് എടുത്തൊരു നിലപാട് അത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച അനുകൂലമായ രീതിയിൽ വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. അല്ലെങ്കിൽ കൂടുതൽ സാധ്യതയും സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് അനുകൂലമായി ഭവിക്കാനാണ്. ലോകായുക്തയ്ക്ക് നിയമപരമായി ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വെള്ളിയാഴ്ച ഈ കേസിന്റെ ഹർജിയുടെ ഉത്തരവ് പറയുമ്പോൾ സ്വാഭാവികമായും അക്കാര്യത്തിൽ നമുക്കൊരു വ്യക്തത ഉണ്ടാകും. വിജയകുമാർ, ഉന്മേഷ്. ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. കോവിഡ് കാലത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള ശുപാർശ ഇന്നലെ വന്നിരുന്നു. ഇന്ന് ബസ് ചാർജ് വർധനയ്ക്കുള്ള ശുപാർശയും സർക്കാരിന് മുന്നിൽ വന്നിരിക്കുന്നു. മിനിമം ചാർജ് 8 രൂപയിൽ നിന്ന് 10 രൂപയാക്കണം എന്നാണ് ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷൻ ശുപാർശ നൽകിയിരിക്കുന്നത്. എല്ലാ മേഖലകളിലും വർധന ആവശ്യപ്പെടുന്നുണ്ട്. റിപ്പോർട്ടിന്മേൽ സർക്കാർ ഉടൻ തീരുമാനമെടുക്കും എന്നാണ് വിവരം. കോവിഡ് പ്രതിസന്ധി, ഇന്ധനവില വർധനവ്, കയറെടുക്കേണ്ടി വരുമെന്ന സ്വകാര്യ ബസ് ഉടമകൾ ആവർത്തിച്ച് പറഞ്ഞതോടെ ബസ് ചാർജ് വർധനവിനെ കുറിച്ച് സർക്കാർ ആലോചിച്ചു. പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷനെ ചുമതലപ്പെടുത്തി. ഇന്ന് രാമചന്ദ്രൻ കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു. കമ്മീഷൻ ശുപാർശ ചെയ്ത നിരക്ക് വർധനവ് ഇപ്രകാരമാണ്. മിനിമം ചാർജ് 10 രൂപ, നിലവിൽ 8 രൂപയാണ്, അത് 12 രൂപയാക്കി ഉയർത്തണമെന്നായിരുന്നു സ്വകാര്യ ബസ് ഉടമകളുടെ ആവശ്യം. മിനിമം ചാർജിന് ശേഷമുള്ള ഓരോ കിലോമീറ്ററിനും 1 രൂപയാക്കാം, നിലവിൽ അത് 70 പൈസയാണ്. ഒരുപാട് ചർച്ച ചെയ്തിട്ടും തീരുമാനമാകാതിരുന്നത് വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് വർധനവായിരുന്നു. നിലവിൽ 1 രൂപ, അത് 6 രൂപയാക്കി ഉയർത്തണമെന്ന് സ്വകാര്യ ബസ് ഉടമകൾ ആവശ്യപ്പെട്ടു. 5 രൂപയാക്കാമെന്ന് കമ്മീഷൻ ഇന്ന് റിപ്പോർട്ടിൽ പരാമർശിച്ചു. BPL വിദ്യാർത്ഥികളുടെ സൗജന്യ യാത്ര ഗതാഗത മന്ത്രി നിർദ്ദേശിച്ചെങ്കിലും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. സർക്കാർ നയപരമായ തീരുമാനമെടുക്കട്ടെ എന്നാണ് കമ്മീഷൻ നിലപാട്. രാത്രി യാത്രയ്ക്ക് ഉയർന്ന ചാർജും കമ്മീഷൻ ശുപാർശ ചെയ്യുന്നുണ്ട്. മിനിമം ചാർജ് 14 രൂപയാണ് മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പകൽ 40 രൂപയ്ക്ക് യാത്ര ചെയ്യുന്ന അതേ ദൂരം രാത്രി യാത്ര ചെയ്യാൻ 56 രൂപ നൽകേണ്ടി വരും. KSRTC ഓർഡിനറി സർവീസുകൾക്കും സ്വകാര്യ ബസ്സുകൾക്കുമുള്ള ശുപാർശയാണ് കമ്മീഷൻ സർക്കാരിന് സമർപ്പിച്ചത്. ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് ഇന്ന് ഗതാഗത വകുപ്പ് സെക്രട്ടറിക്കാണ് സമർപ്പിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലേക്ക് മടങ്ങിയെത്തിയാലുടൻ മന്ത്രിസഭയിൽ റിപ്പോർട്ട് പരിഗണിക്കും, അന്തിമ തീരുമാനമെടുക്കും. ഇന്നലെ വൈദ്യുതി ചാർജ് വർധനവ് സംബന്ധിച്ച ശുപാർശ, ഇന്ന് ബസ് ചാർജ് വർധനവ് സംബന്ധിച്ച ശുപാർശ. പൊതുജനങ്ങളുടെ നടുവൊടിയുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും.
ക്യാമറാമാൻ VS മനീഷിനും ജിതിനുമൊപ്പം ഷഫീദ് റൌത്തർ, 24 തിരുവനന്തപുരം. കോഴിക്കോട് ബീച്ചിനോട് ചേർന്ന് ആവിക്കൽ തോടിൽ മലിനജല സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുന്നതിൽ പ്രതിഷേധിച്ചുള്ള തീരദേശ ഹർത്താൽ പൂർണ്ണമായിരുന്നു. UDFും ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ജനവാസ മേഖലയിൽ നിന്ന് പദ്ധതി ഉപേക്ഷിക്കും വരെ സമരം തുടരാനാണ് നാട്ടുകാരുടെ തീരുമാനം. ഇന്നലെ ഒരു പകൽ നീണ്ട പ്രതിഷേധം, ഇന്ന് 12 മണിക്കൂർ നീണ്ട ഹർത്താൽ. സമരസമിതി റോഡ് തടസ്സപ്പെടുത്തി, പോലീസ് എത്തി തടസ്സങ്ങൾ നീക്കം ചെയ്തു. എങ്കിലും കടകളടച്ച് നാട്ടുകാർ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കോർപ്പറേഷൻ മലിനജല സംസ്കരണ പ്ലാന്റ് ഇവിടെ സ്ഥാപിക്കാൻ പോകുന്നത്. എന്നാൽ ജനവാസ മേഖലയിൽ സ്ഥാപിക്കുന്ന പ്ലാന്റിനെതിരെ എന്ത് വില കൊടുത്തും സമരം നയിക്കുമെന്ന് സമരസമിതി പ്രവർത്തകർ പറയുന്നു. സമരങ്ങൾക്ക് UDFും പിന്തുണ നൽകിയിട്ടുണ്ട്. പലവട്ടം ചർച്ചകൾ നടത്തിയാണ് ഈ പ്രദേശത്ത് പ്ലാന്റ് സ്ഥാപിക്കാൻ തീരുമാനിച്ചതെന്ന് മേയർ പറയുന്നു. എങ്കിലും ചില ആളുകൾ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുന്നതായി മേയർ കുറ്റപ്പെടുത്തുന്നു. എങ്കിൽ കൂടി ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി എല്ലാവരുമായി ഒരിക്കൽ കൂടി ചർച്ച നടത്താൻ കോർപ്പറേഷൻ തയ്യാറാണെന്നും മേയർ വ്യക്തമാക്കി. ഇതിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും ആരും കൗൺസിൽ ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ നമ്മൾ പാസ്സാക്കി എടുക്കുമ്പോഴും അന്ന് ആരും തന്നെ ഇതിന് ഒരു എതിരഭിപ്രായവും പറഞ്ഞില്ല. അതുകൊണ്ട് ഇത്രമേൽ രൂക്ഷമായ തരത്തിലൊരു എതിർപ്പ് വരും, ജനങ്ങളിൽ നിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിച്ചില്ല. ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് കോർപ്പറേഷന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ കോഴിക്കോട് കോർപ്പറേഷനിൽ ഈ പദ്ധതിയും സമരവും ഇനി സജീവ ചർച്ചകളായി വരും ദിവസങ്ങളിലും തുടരും. ലോകായുക്തക്കെതിരായ വിമർശനത്തിൽ KT ജലീലിനെ പിന്തുണച്ച് EP ജയരാജൻ. KT ജലീലിന്റെ വിമർശനം സ്വന്തം അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണെന്ന് EP ജയരാജന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. KT ജലീലിനെ ഒട്ടതിരിഞ്ഞ് ആക്രമിച്ചില്ലാതാക്കാമെന്ന് വ്യാമോഹിക്കേണ്ട എന്നാണ് EP ജയരാജൻ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. സജോ, വാർത്താമഴയിലേക്ക് സ്വാഗതം. ഈ വിഷയത്തിൽ CPM നേതാക്കൾ KT ജലീലിനെ പൂർണ്ണമായി തള്ളുകയോ അദ്ദേഹത്തെ പൂർണ്ണമായി പിന്തുണയ്ക്കുകയോ ഇതുവരെ ചെയ്തിട്ടില്ല. ജലീലിന്റെ വ്യക്തിപരമായ അഭിപ്രായമെന്ന് മാത്രമാണ് CPM നേതാക്കൾ പറഞ്ഞത്. CPI ആണെങ്കിൽ ജലീൽ ഒരു വ്യക്തി മാത്രമാണ്, പ്രസ്ഥാനമല്ലല്ലോ എന്നാണ് കാനൻ രാജേന്ദ്രന്റെ പ്രതികരണം. അതിനിടയിലാണ് കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ EP ജയരാജൻ ഈ വിഷയത്തിൽ ഒരു നിലപാടെടുത്തിരിക്കുന്നത്. എന്താണ് അദ്ദേഹം വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത് ഈ FB പോസ്റ്റിൽ? സജുവിലേക്ക് എത്താം വിജയകുമാർ. ടെലിഫോൺ ബന്ധത്തിൽ ചെറിയൊരു തകരാർ സംഭവിച്ചു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന. ഏതായാലും പരസ്യ പ്രതികരണത്തിന് ഇതുവരെ CPIM തയ്യാറായിരുന്നില്ല ഈ വിഷയത്തിൽ. KT ജലീലുമായി ബന്ധപ്പെട്ട് CPI ആവട്ടെ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് KT ജലീൽ ഒരു വ്യക്തിയല്ലേ, പ്രസ്ഥാനമല്ലല്ലോ എന്ന തരത്തിലായിരുന്നു. ഏതായാലും ഇപ്പോൾ സജോ കേൾക്കാമല്ലോ അല്ലേ? തീർച്ചയായിട്ടും സജോ, ഈ ഇതുവരെ CPM നേതാക്കൾ KT ജലീലിനെ പൂർണ്ണമായും തള്ളി പറഞ്ഞിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ നിലപാടുകളോട് അതേ നിലയിൽ പൊരുത്തപ്പെട്ടിരുന്നില്ല. CPI ആണെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാടിനെ തള്ളിപ്പറയുകയും ചെയ്തിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ. അത്തരമൊരു പശ്ചാത്തലത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗം നൽകുന്ന പിന്തുണ അതേത് തരത്തിലുള്ളത് ആണ്, എന്തൊക്കെയാണ് അദ്ദേഹം FB പോസ്റ്റിൽ പറയുന്നത്? വിജയകുമാർ, പൊതുവിൽ ലോകായുക്തക്കെതിരെ KT ജലീൽ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയും മറ്റും ആഞ്ഞടിക്കുമ്പോഴും CPIM സംസ്ഥാന നേതൃത്വം പൊതുവിൽ ഇക്കാര്യത്തിൽ മൗനം തുടരുകയായിരുന്നു. അതിനിടെയാണ് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ KT ജലീലിന് പൂർണ്ണ പിന്തുണ നൽകിയൊരു കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. ലോകായുക്ത വിഷയത്തിൽ KT ജലീലിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ പുറപ്പെട്ട കോൺഗ്രസ് ഇതുവരെയും ജലീൽ ഉന്നയിച്ച വിഷയങ്ങളിൽ എന്തെങ്കിലും ചർച്ച നടത്തുകയോ ആ വിവരങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് വസ്തുത എന്ന് അദ്ദേഹം കുറിപ്പിൽ പറയാൻ ശ്രമിക്കുന്നു. ഒപ്പം അദ്ദേഹത്തെ രാഷ്ട്രീയമായി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഈ വിഷയത്തെ സമീപിക്കുന്നതെന്നും EP ജയരാജൻ വിമർശിക്കുന്നു. ഈ വിഷയത്തിൽ നിയമപരമായ ഒരു നീക്കത്തിന് കൂടി കോടതിയലക്ഷ്യ നടപടി ഉൾപ്പെടെ ഉണ്ടായേക്കാവുന്ന നിയമപരമായ നീക്കത്തിന് കൂടി കോൺഗ്രസ് തുടക്കമിട്ടിരുന്നു. അതിനെയും ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ അദ്ദേഹം വിമർശിക്കുകയാണ്. ഒപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി അദ്ദേഹം ഈ കുറിപ്പിൽ പറയാൻ ശ്രമിക്കുന്നത് തന്റെ സ്വന്തം അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ വിമർശനങ്ങൾ KT ജലീൽ ഉന്നയിക്കുന്നത് എന്ന കാര്യം കൂടി. സ്വന്തം അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ലോകായുക്തക്കെതിരായ വിമർശനം. അത് കൃത്യമായും തുറന്നു തന്നെ നേരിട്ട് തന്നെ ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ ലോകായുക്തക്കെതിരായ വിമർശനം എന്ന് തന്നെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് EP ജയരാജന്റെ പോസ്റ്റ് എന്നും ശ്രദ്ധേയമാണ്.
രാഷ്ട്രീയമായി കെ ടി ജലീലിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ച് ഇല്ലാതാക്കാമെന്ന് ആരും വ്യാമോഹിക്കേണ്ട എന്നുകൂടി പറയാണ്. അതായത് ഈ വിഷയത്തിൽ പൊതുവെ CPIM സംസ്ഥാന നേതൃത്വം എന്തെങ്കിലും തരത്തിൽ വ്യക്തതയുള്ള ഒരു പ്രതികരണത്തിന് ഇതുവരെ തയ്യാറായിട്ടില്ല. പക്ഷേ പരിപൂർണമായ പിന്തുണ എന്ന നിലയ്ക്ക് തന്നെയാണ് ഈ ഫേസ്ബുക്ക് കുറിപ്പ് ഇ പി ജയരാജൻ പങ്കുവച്ചിരിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ലോകായുക്തയ്ക്കെതിരായ ജലീലിന്റെ വിമർശനങ്ങളെ പരിപൂർണമായും പിന്തുണച്ചുകൊണ്ട് അത് അതേപടി എടുത്തു പറഞ്ഞുകൊണ്ട് അതിൽ രാഷ്ട്രീയമായി ജലീലിനെ ആക്രമിക്കാൻ ശ്രമിക്കാതെ വിഷയങ്ങൾ ചർച്ച ചെയ്യൂ എന്ന നിലയ്ക്കാണ് ലോകായുക്തയെ കടന്നാക്രമിക്കുന്ന തരത്തിലുള്ള ഫേസ്ബുക്ക് കുറിപ്പുകളും വിമർശനങ്ങളുമാണ് നേരത്തെയൊക്കെ കെ ടി ജലീൽ പങ്കുവച്ചത്. അതിനെ ഏതാണ്ട് പരിപൂർണമായും പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് ആദ്യമായി CPIM-ന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ആ വിഷയത്തിൽ പ്രതികരണം നടത്തുന്നു എന്ന പ്രാധാന്യമാണ് ഇ പി ജയരാജന്റെ ഈ പ്രതികരണത്തിലുള്ളത്. നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ കാനൻ രാജേന്ദ്രൻ അടക്കം അദ്ദേഹം ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നടത്തിയ പ്രസ്താവനയാണ്, പ്രസ്ഥാനമല്ലല്ലോ എന്ന നിലയ്ക്ക് പറയുന്നു. അപ്പം പാർട്ടി അംഗത്വമില്ലാത്ത ജലീലിന്റെ പ്രസ്താവനയെ ആ നിലയ്ക്ക്, വിമർശനങ്ങളെ ആ നിലയ്ക്ക് തന്നെ വിടുക എന്നൊരു സമീപനം പൊതുവെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇ പി ജയരാജൻ പരസ്യമായി തന്നെ രംഗത്ത് വരുന്നു എന്നത് വളരെ ശ്രദ്ധേയമാണ്. മറ്റേതെങ്കിലും CPIM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണത്തിന് ജലീലിനെ സംരക്ഷിക്കുന്നതിനോ വിമർശിക്കുന്നതിനോ തയ്യാറാകാത്ത വിധം ഇക്കാര്യത്തിൽ ഒരു സമദൂര നയം അല്ലെങ്കിൽ ഒരു മൗനം തുടരുന്നുണ്ടായിരുന്നു. അതിനിടെയാണ് ജലീലിനെ CPIM തുറന്ന് പിന്തുണയ്ക്കണം എന്ന നിലയ്ക്ക് പാർട്ടി CPIM-നകത്തെ ഈ വിഷയത്തിലെ നിലപാടുകൾ സംബന്ധിച്ച് എന്തായാലും ഇക്കാര്യത്തിൽ ഒരു പക്ഷേ CPM ഔദ്യോഗികമായി തന്നെ കെ ടി ജലീലിന്റെ ആരോപണങ്ങൾ ഏറ്റെടുത്ത് നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ഒരു നിലപാട് സ്വീകരിക്കുമെന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ കരുതാം. ഇ പി ജയരാജന്റെ FB പോസ്റ്റ് മുഖവിലേക്ക് എടുത്ത് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ. എന്തായാലും മറ്റു പ്രധാനപ്പെട്ട ഒരു വാർത്തയിലൂടെ വാർത്താമഴ പെട്ടെന്ന് കടക്കുകയാണ്. തിരുവനന്തപുരം കല്ലമ്പലത്തെ സർക്കാർ ജീവനക്കാരന്റെ മരണം കൊലപാതകമാണെന്ന് സൂചന. കാവുവിള സ്വദേശി അജികുമാറിന്റെ മരണത്തിൽ സുഹൃത്തിനെ കസ്റ്റഡിയിലെടുത്തു. ഇവരുടെ സുഹൃത്തായ അജിത്തിന്റെ അപകട മരണത്തിലും പോലീസ് ദുരൂഹത സംശയിക്കുന്നുണ്ട്. തിരുവനന്തപുരം കല്ലമ്പലത്ത് സർക്കാർ ജീവനക്കാരനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് കല്ലമ്പലം സ്വദേശി അജികുമാർ. ആലപ്പുഴയിലെ PWD ഓഫീസിലെ ക്ലർക്കായിരുന്നു ഇദ്ദേഹം. രാവിലെ വീടിനു മുൻപിൽ രക്തം തളം കെട്ടിയ നിലയിലും ശരീരത്തിൽ മുറിപ്പാടുകളോടെയും അജികുമാറിന്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. പ്രദേശത്ത് നടന്ന മറ്റൊരു വാഹനാപകടമാണ് പോലീസിന്റെ സംശയം വർദ്ധിപ്പിച്ചത്. മുള്ളറങ്കോടായിരുന്നു പിക്കപ്പ് വാൻ ഇടിച്ച് ഒരാൾ മരിച്ചത്. പരിക്കുകളോടെ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മരിച്ചത് അജികുമാറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ അജിത്താണ്. മറ്റൊരു സുഹൃത്തായ പ്രമോദാണ് പരിക്കേറ്റ് ചികിത്സയിലുള്ളത്. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർക്കാർ ജീവനക്കാരനായ അജികുമാറും വാഹനാപകടത്തിൽ മരിച്ച അജിത്തും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുള്ള പ്രമോദും പിക്കപ്പ് വാനിൻ്റെ ഡ്രൈവർ സജീവും അടുത്ത സുഹൃത്തുക്കളാണ്. സജീവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹത പോലീസ് സംശയിക്കുന്നു. എന്തായാലും ഒന്നും വിട്ടുപറയാൻ ഇതുവരെ പോലീസ് തയ്യാറായിട്ടുമില്ല. സുഹൃത്തുക്കൾ തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നം ഈ സംഭവങ്ങൾക്ക് പിന്നിലുണ്ടോ എന്നാണ് പോലീസ് സംശയിക്കുന്നത്. എന്തായാലും നാളെ രാവിലെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സിറിലിനൊപ്പം ശ്രീജിശ്രീകുമാരൻ, 24 തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് ആലപ്പുഴയിലേക്കാണ് വാർത്താമഴ എത്തുന്നത്. താമരക്കുളത്ത് ഒരു കുടുംബത്തിലെ 3 പേരെ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. പച്ചക്കാട് കലാഭവനത്തിൽ പ്രസന്ന, മക്കളായ കലമോൾ, മിനുമോൾ എന്നിവരെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭിന്നശേഷിക്കാരാണ് മരിച്ച ഇരു യുവതികളും. ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ആലപ്പുഴ താമരക്കുളം പച്ചക്കാട് നടന്ന സംഭവം പുറംലോകം അറിയുന്നത് രാവിലെ 9:30
മരിച്ച പ്രസന്നയും മാനസികാസ്വാസ്ഥ്യമുള്ള 30 കഴിഞ്ഞ 2 പെൺമക്കളുമാണ് ഇന്നലെയും വീട്ടിലുണ്ടായിരുന്നത്. ഇന്ന് രാവിലെ ആരെയും പുറത്തേക്ക് കാണാതായതോടെ ബന്ധു നടത്തിയ അന്വേഷണത്തിലാണ് 3 പേരെയും കത്തിക്കരിഞ്ഞ നിലയിൽ വീടിനകത്ത് കണ്ടെത്തിയത്. നാട്ടുകാർ അറിയിച്ചതനുസരിച്ച് നൂറനാട് പോലീസ് സ്ഥലത്തെത്തി പ്രാഥമികമായ പരിശോധന നടത്തി. സാമ്പത്തിക ബാധ്യതയുള്ള കുടുംബം ആത്മഹത്യ ചെയ്തതാകാമെന്നാണ് പോലീസിന്റെ ആദ്യ നിഗമനം. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത നൂറനാട് പോലീസ് വിശദമായ അന്വേഷണവും തുടങ്ങിയിട്ടുണ്ട്. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ അലോഷിക്കൊപ്പം ദീപക് മലയമ്മ, 24. വാർത്താമഴയിൽ ഇനി തലക്കെട്ടുകൾ നോക്കാം. മിന്നലായി ആദായ നികുതി ഘടനയിൽ മാറ്റമില്ലാതെ നിർമ്മലാ സീതാരാമന്റെ 4ാം ബജറ്റ്. നികുതി റിട്ടേൺ പരിഷ്കരിക്കും. മറച്ചുവെച്ച വരുമാനം പിന്നീട് വെളിപ്പെടുത്താം. ഡിജിറ്റൽ റുപ്പി ഈ വർഷം. ഡിജിറ്റൽ കറൻസി സമ്പദ് വ്യവസ്ഥയ്ക്ക് കരുത്തു പകരുമെന്ന് ധനമന്ത്രി. Introduction of a central bank digital currency will give a big boost to digital economy. Digital currency will also lead to a more efficient and cheaper currency management system. ക്രിപ്റ്റോ വരുമാനത്തിന് നികുതി. LIC സ്വകാര്യവൽക്കരണത്തിന് പച്ചക്കൊടി. അടിസ്ഥാന സൗകര്യ വികസനത്തിന് 7.5 ലക്ഷം കോടി. ചെറുകിട ഇടത്തരം മേഖലകൾക്ക് 2 ലക്ഷം കോടി രൂപ. കാർഷിക മേഖലയ്ക്ക് സുപ്രധാന പദ്ധതികളുമായി കേന്ദ്ര ബജറ്റ്. താങ്ങുവിലയ്ക്ക് 2.25 ലക്ഷം കോടി. കർഷകർക്ക് പിന്തുണയേകാൻ കിസാൻ ഡ്രോണുകൾ. 80 ലക്ഷം വീടുകൾ കൂടി നിർമ്മിക്കും. പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് 48,000 കോടി രൂപ. റെയിൽവേ സ്റ്റേഷനുകളെ കാർഷിക വിപണനവുമായി ബന്ധിപ്പിക്കും. 5 വൻകിട നദീ സംയോജന പദ്ധതികൾ പ്രഖ്യാപിച്ചു. ഭൂമി കൈമാറ്റത്തിന് 1 രാജ്യം 1 രജിസ്ട്രേഷൻ പദ്ധതി. 400 വന്ദേ ഭാരത് ട്രെയിനുകൾ തുടങ്ങും. ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് ബജറ്റിൽ പ്രത്യേക പരിഗണന. ഡിജിറ്റൽ സർവകലാശാല തുടങ്ങുമെന്ന പ്രഖ്യാപനം. 12ാം ക്ലാസ് വരെ പ്രത്യേക വിദ്യാഭ്യാസ ചാനലുകൾ. പ്രവർത്തനം പ്രാദേശിക ഭാഷകളിൽ. കാർഷിക സർവകലാശാലകളിൽ സിലബസ് നവീകരിക്കും. 2 ലക്ഷം അങ്കണവാടികൾ ആധുനികവൽക്കരിക്കും. പോസ്റ്റ് ഓഫീസുകളിൽ ATM സൗകര്യം. 1.5 ലക്ഷം പോസ്റ്റ് ഓഫീസുകളിൽ കോർ ബാങ്കിംഗ് ലഭ്യമാകും. 5Gയും ഇ പാസ്പോർട്ടും ഇക്കൊല്ലം തന്നെ. ഗ്രാമീണ മേഖലകളിൽ ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖല സ്ഥാപിക്കും. ഇലക്ട്രിക്കൽ വാഹനങ്ങൾക്ക് പ്രോത്സാഹനം. രാജ്യത്ത് മൊബൈൽ ഫോണുകൾക്കും തുണിത്തരങ്ങൾക്കും വില കുറയും. കുടകൾക്കും ഇറക്കുമതി ചെയ്യുന്ന നിർമ്മാണ വസ്തുക്കൾക്കും വില കൂടും. വജ്രത്തിന്റെ കസ്റ്റംസ് തീരുവ 5% കുറച്ചു. സ്റ്റെയിൻലെസ് സ്റ്റീലിനും അലോയ് സ്റ്റീലിനും നികുതി കുറയും. ഇ കൊമേഴ്സിലൂടെയുള്ള ആഭരണ കയറ്റുമതിക്കുള്ള നിയന്ത്രണങ്ങളിൽ ഇളവ്. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് നിരാശ. GST നഷ്ടപരിഹാര കാലാവധി നീട്ടിയില്ല. വായ്പാ പരിധി ഉയർത്തുന്നതിലും വിമുഖത. സിൽവർ ലൈനെ കുറിച്ച് ബജറ്റ് പ്രസംഗത്തിൽ പരാമർശമില്ല. ആശ്വാസം 1 ലക്ഷം കോടി രൂപ വരെ പലിശരഹിത വായ്പ നൽകുമെന്ന പ്രഖ്യാപനം മാത്രം. സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ദുർബലപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രിയുടെ വിമർശനം. ഇത്തരം ഒരു പ്രതിസന്ധിയെ നേരിടാൻ പറ്റുന്ന ഒരു കാഴ്ചപ്പാടോടുകൂടിയുള്ള ബഡ്ജറ്റ് അല്ല എന്നുള്ളൊരു വിഷമത്തോടു കൂടിയാണ്. അതൊരു വിമർശനം മാത്രമല്ല, ഇത്തരം ഒരു പ്രതിസന്ധിയെ നേരിടാനുള്ള ഒരു തയ്യാറെടുപ്പ് ആ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ടില്ല എന്നുള്ള ആമുഖമായിട്ട് പറയേണ്ടി വരും. ബജറ്റ് നിരാശാജനകമെന്ന് ധനമന്ത്രി. ജനജീവിതം ദുസ്സഹമാക്കുന്ന ബജറ്റെന്ന് പ്രതിപക്ഷ നേതാവ്. കേന്ദ്ര ബജറ്റ് ജനസൗഹൃദമെന്ന് പ്രധാനമന്ത്രി. ധനമന്ത്രിക്ക് അഭിനന്ദനം. मैं वित्त मंत्री निर्मला जी और उनकी पूरी टीम को इस पीपल फ्रेंडली और प्रोग्रेसिव बजट के लिए बहुत बहुत बधाई देता हूं. മാന്ദ്യവും വിലക്കയറ്റവും തൊഴിലില്ലായ്മയും മറികടക്കുന്ന ബജറ്റെന്ന് നിർമ്മലാ സീതാരാമന്റെ അവകാശവാദം. കോവിഡ് കാല സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണർവേകാനുള്ള പദ്ധതികളില്ലെന്ന് പ്രതിപക്ഷം. സംപൂജ്യ ബജറ്റെന്ന് രാഹുൽ ഗാന്ധി. ജനവിരുദ്ധവും കോർപ്പറേറ്റ് സൗഹൃദവുമെന്ന് CPIM. ഗൂഢാലോചന കേസിൽ ദിലീപ് ഹാജരാക്കിയ 6 ഫോണുകൾ ആലുവ കോടതിക്ക് കൈമാറി. ഫോണുകൾ അന്വേഷണ സംഘത്തിന് കൈമാറുന്ന കാര്യത്തിൽ മജിസ്ട്രേറ്റ് കോടതിക്ക് തീരുമാനമെടുക്കാമെന്ന് ഹൈക്കോടതി. ഫോണിന്റെ പാസ്വേഡുകൾ കോടതിക്ക് കൈമാറണം. പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് 7 ഫോണുകൾ. ഹാജരാക്കിയത് 6 എണ്ണം. തിരിച്ചറിഞ്ഞത് 5 എണ്ണം മാത്രം. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വ്യാഴാഴ്ചത്തേക്ക് മാറ്റി.
നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ നീട്ടണമെന്ന ആവശ്യം കോടതി തള്ളി. പുനരന്വേഷണം 1 മാസത്തിനകം തീർക്കണമെന്ന് വിചാരണ കോടതി ഉത്തരവ്. 6 മാസം വേണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യം തള്ളി. മാർച്ച് 1 മുൻപ് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം. വിധിക്കെതിരെ അപ്പീൽ പോകാനൊരുങ്ങി പ്രോസിക്യൂഷൻ. ദിലീപിന്റെ സുഹൃത്ത് സലീഷിന്റെ മരണം അന്വേഷിക്കുമെന്ന് ക്രൈംബ്രാഞ്ച്. കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തും. ഗൂഢാലോചന കേസ് അന്വേഷിക്കുന്ന സംഘത്തിന് ചുമതല. സംസ്ഥാനത്ത് 3ാം തരംഗത്തിലെ കോവിഡ് വ്യാപനത്തോത് കുറയുന്നുവെന്ന് ആരോഗ്യമന്ത്രി. ആശുപത്രികളിൽ കോവിഡ് ലക്ഷണങ്ങളുമായി എത്തുന്നവരെ ചികിത്സിക്കാൻ പ്രത്യേക ഇട ഒരുക്കണം. ഇന്ന് 51,887 പേർക്ക് കോവിഡ്. TPR 42.86%. സി കാറ്റഗറിയിലുള്ള ജില്ലകളിൽ തിയേറ്ററുകൾ തുറക്കാനാകില്ലെന്ന് ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ. അടച്ചിട്ട AC ഹാളുകളിൽ 2 മണിക്കൂറിലധികം ചെലവഴിക്കുന്നത് കോവിഡ് വ്യാപനം രൂക്ഷമാക്കും. മാളുകളിൽ ആൾക്കൂട്ടം ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ സെക്ടറൽ മജിസ്ട്രേറ്റുമാരെ നിയോഗിച്ചെന്നും സർക്കാർ. കോവിഡ് സാഹചര്യത്തിൽ സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങളിലെ തെരഞ്ഞെടുപ്പ് നീട്ടി. രാജ്യത്തെ പ്രതിദിന കോവിഡ് കണക്ക് 2 ലക്ഷത്തിൽ താഴെയായി. 24 മണിക്കൂറിനിടെ കോവിഡ് സ്ഥിരീകരിച്ചത് 1,67,059 പേർക്ക്. പാമ്പ് കടിയേറ്റ് ചികിത്സയിൽ കഴിയുന്ന വാവാ സുരേഷിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി. ഹൃദയമിടിപ്പും രക്തസമ്മർദ്ദവും സാധാരണ നിലയിലായി. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്നും ഡോക്ടേഴ്സ്. മെഡിക്കൽ ബോർഡ് ചേർന്ന് വാവാ സുരേഷിന്റെ ആരോഗ്യനില വിലയിരുത്തി. വിവിധ ഭാഗങ്ങളിൽ ചലനം ആയിട്ടുണ്ട്. പറയുന്ന കാര്യങ്ങൾ റെസ്പോണ്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം നമുക്ക് ഇന്നലത്തേക്കാൾ നല്ല പുരോഗതി ഉണ്ട് എന്ന് തന്നെയാണ്. ആരോഗ്യനില പ്രതീക്ഷ നൽകുന്നുണ്ടെന്ന് മന്ത്രി VN വാസവൻ. കണ്ണൂർ VC നിയമനത്തിൽ മന്ത്രി ഡോക്ടർ R ബിന്ദുവിനെതിരായ ഹർജിയിൽ ലോകായുക്ത വിധി വെള്ളിയാഴ്ച. മന്ത്രിയുടെ കത്ത് നിർദ്ദേശം മാത്രമാണെന്ന് ലോകായുക്ത. ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ് കത്ത് നൽകിയതെന്ന് സർക്കാർ. നിർണായക രേഖകൾ കോടതിയിൽ ഹാജരാക്കി. ചാൻസലർ, പ്രോ ചാൻസലർ എന്നിവർ പരിധിയിൽ വരില്ലെന്ന് ലോകായുക്തയുടെ മറുപടി. മന്ത്രിയുടെ കത്തിലെ നിർദ്ദേശം ഗവർണർക്ക് തള്ളുകയോ കൊള്ളുകയോ ചെയ്യാം. വിധി വരും മുൻപ് ഓർഡിനൻസ് ഇറങ്ങുമോ എന്നും ലോകായുക്തയുടെ ചോദ്യം. നിരക്ക് വർധനവിനുള്ള വൈദ്യുതി ബോർഡ് നീക്കത്തിന് പിന്നാലെ ബസ് ചാർജ് വർധനയും ഉടനെന്ന് സൂചന. നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന് ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ കമ്മീഷൻ. മിനിമം ചാർജ് 8 നിന്ന് 10 രൂപയാക്കാൻ നിർദ്ദേശം. വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് 5 രൂപയാക്കണമെന്ന് കമ്മീഷൻ. രാത്രി യാത്രയ്ക്ക് 14 രൂപയാക്കുന്നത് പരിശോധിക്കാൻ നിർദ്ദേശം. കിലോമീറ്റർ നിരക്കും വർദ്ധിപ്പിക്കണം. നിരക്ക് വർധനയ്ക്കുള്ള ശുപാർശ KSRTC ഓർഡിനറി ബസ്സുകൾക്കും സ്വകാര്യ ബസ്സുകൾക്കും. റിപ്പോർട്ടിന്മേൽ സർക്കാർ തീരുമാനം ഉടൻ. ജാൻസി ജെയിംസിനെ MG സർവകലാശാല VC ആക്കിയത് അനധികൃതമായെന്ന് ആവർത്തിച്ച് KT ജലീൽ. നിയമനം സിറിയക് തോമസിനെ തഴഞ്ഞാണെന്നും ആരോപണം. ഉമ്മൻചാണ്ടി ഗവർണറെ നേരിൽ കണ്ട് ചരട് വലിച്ചെന്ന് KT ജലീൽ. എല്ലാ ഗവേഷണവും നടത്തിയാണ് പോരാട്ടം നടത്തുന്നതെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. ജലീലിനെ പിന്തുണച്ച EP ജയരാജൻ. ഒറ്റതിരിഞ്ഞ് ആക്രമിക്കേണ്ടെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം. ആലപ്പുഴ താമരക്കുളത്ത് ഒരു കുടുംബത്തിലെ അമ്മയും 2 മക്കളും പൊള്ളലേറ്റു മരിച്ച നിലയിൽ. മരിച്ച 2 യുവതികളും ഭിന്നശേഷിക്കാർ. ആത്മഹത്യയെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കുടുംബം സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നുവെന്നും പോലീസ്. തിരുവനന്തപുരത്ത് KSRTC ബസിനുള്ളിൽ യുവാവ് തൂങ്ങി മരിച്ച നിലയിൽ. മൃതദേഹം ശ്രദ്ധയിൽപ്പെട്ടത് ശുചീകരണത്തിനിടെ. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. നെയ്യാറ്റിൻകരയിൽ 14 വയസ്സുകാരൻ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ. തിരുവനന്തപുരത്തെ സർക്കാർ ജീവനക്കാരന്റെ മരണം കൊലപാതകമെന്ന് സൂചന. കാവുവിള സ്വദേശി അജികുമാറിന്റെ ശരീരത്തിൽ മുറിവുകൾ കണ്ടെത്തി. സുഹൃത്തിനെ കസ്റ്റഡിയിലെടുത്ത കല്ലമ്പലം പോലീസ്. മറ്റൊരു സുഹൃത്തിന്റെ മരണത്തിലും ദുരൂഹത. കണ്ണൂർ ആയിക്കരയിൽ ഹോട്ടലുടമയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ 2 പേർ അറസ്റ്റിൽ. പയ്യാമ്പലം സ്വദേശി ജസീറിനെ കൊലപ്പെടുത്തിയത് വാക്തർക്കത്തെ തുടർന്ന്. വാണിജ്യാവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില കുറച്ചു. 19 കിലോ സിലിണ്ടറിന്റെ വില 101 രൂപ കുറച്ചു. കൊച്ചിയിലെ വില 1902 രൂപ 50 പൈസയാൽ. ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിത മേഖലയിൽ 1.5 വയസ്സുള്ള കുട്ടി മരിച്ചു. കുമ്പടാജെ ആദിവാസി കോളനിയിലെ കുഞ്ഞ് ജനിച്ചത് തല വലുതായ നിലയിൽ. കാസർഗോഡ് കൊണ്ടുപോയിട്ട് സിസ്റ്ററിനകത്ത് കൊണ്ടുപോയി ഇവിടെ കൊണ്ടുവത്തി. എൻഡോസൾഫാൻ ഇരകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയില്ലെന്ന് ബന്ധുക്കൾ. 3 വർഷമായി ക്യാമ്പ് നടത്തുന്നതിനെതിരെ സമരസമിതിയുടെ പ്രതിഷേധം. ദുരിതബാധിതരുടെ അനിശ്ചിതകാല നിരാഹാര സമരം തുടരുന്നു. നാളെ ദയാബായി സമരപ്പന്തൽ സന്ദർശിക്കും.
ശബരിമലയിലെ വ്യാജ ബിൽ അഴിമതിയിൽ ഹൈക്കോടതി ഇടപെടൽ. വിഐപികളുടെ പേരിൽ വ്യാജ ബിൽ ഉണ്ടാക്കിയതിന് ദേവസ്വം ബെഞ്ച് സ്വമേധ്യാ കേസെടുത്തു. ദേവസ്വം ബോർഡിനോടും സർക്കാരിനോടും നിലപാട് തേടി. ബയോ ടോയ്ലറ്റ് ക്രമക്കേടിലും നിലപാട് വ്യക്തമാക്കാൻ നിർദ്ദേശം. ഹൈക്കോടതി ഇടപെടൽ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ. കേസ് മറ്റന്നാൾ വീണ്ടും പരിഗണിക്കും. ആലപ്പുഴയിലെ രഞ്ജിത്ത് വധക്കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. പിടിയിലായത് കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത SDPI പ്രവർത്തകൻ. കോടതിയിൽ ഹാജരാക്കപ്രതി റിമാൻഡിൽ. കേസിൽ ഇതുവരെ പിടികൂടിയത് 23 പേരെ. 3 പേർ കൂടി ഒളിവിലെന്ന് പോലീസ്. കോഴിക്കോട് 4 പഞ്ചായത്തുകളിലെ തീരദേശ ഹർത്താൽ പൂർണ്ണം. വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നു. പ്രതിഷേധത്തിന് പിന്തുണയുമായി UDF. പ്രദേശവാസികളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടക്കുന്നതായി കോർപ്പറേഷൻ മേയർ. പ്ലാന്റ് സ്ഥാപിക്കുന്നത് നിരവധി ചർച്ചകൾക്ക് ശേഷമെന്നും ബീന ഫിലിം. സമരസമിതിയുമായി കളക്ടർ വീണ്ടും ചർച്ച നടത്തും. ഉക്രൈൻ വിഷയത്തിൽ വീണ്ടും ചർച്ചയ്ക്കൊരുങ്ങി അമേരിക്കയും റഷ്യയും. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയും റഷ്യൻ വിദേശകാര്യമന്ത്രിയും തമ്മിലുള്ള ചർച്ച അല്പസമയത്തിനകം. പ്രതിസന്ധി ചർച്ച ചെയ്യാനുള്ള UN രക്ഷാസമിതി വോട്ടെടുപ്പിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നു. റഷ്യക്കെതിരെ വിമർശനവുമായി അമേരിക്ക. അനാവശ്യ പരിഭ്രാന്തി പരത്തുന്നുവെന്ന് റഷ്യ. മിന്നൽ തലക്കെട്ടുകൾക്ക് ശേഷം വാർത്താമഴ പോകുന്നത് കാസർഗോഡ് നിന്നുള്ള ഒരു വാർത്തയിലേക്കാണ്. കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിത മേഖലയിൽ 1.5 വയസ്സുള്ള കുട്ടി മരിച്ചു. പെരിഞ്ച കോളനിയിലെ മോഹനൻ ഉഷ ദമ്പതികളുടെ മകൾ ഹർഷിതയാണ് മരിച്ചത്. കുട്ടിക്ക് ജന്മന ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. കഴിഞ്ഞ 3 വർഷമായി ക്യാമ്പ് നടക്കാത്തതിനാൽ കുട്ടി എൻഡോസൾഫാൻ ഇരകളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന ആരോപണവുമുണ്ട്. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിത മേഖലയിൽ നിന്ന് ഒരു കുട്ടിക്ക് കൂടി ജീവൻ നഷ്ടമായിരിക്കുന്നു. ദുരിതബാധിത മേഖലയായ കുമ്പടാഞ്ചിയിലെ മോഹനൻ ഉഷ ദമ്പതികളുടെ 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഹർഷിതക്കാണ് ഇന്ന് പുലർച്ചെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് ജീവൻ നഷ്ടമായത്. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുള്ള കുട്ടിയെ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് ഇന്നലെ രാത്രിയാണ് കാസർഗോഡ് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഒരു 5-6 മാസത്തിനുള്ളിൽ ഒരുപാട് കുട്ടികളാണ് ഇവിടെ മരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മിക്ക പ്രശ്നങ്ങളും ന്യൂറോ സംബന്ധമായ ഇഷ്യൂ ആണ് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ചും ഹൈഡ്രോസെഫാലിസ് പോലുള്ള ഇവിടെ ഒരു രീതിയിലും ചികിത്സിക്കാൻ സൗകര്യമില്ലാത്ത അസുഖം മൂലമാണ് മരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനം പൂർത്തിയാക്കണം. ഇവിടുത്തെ രോഗാവസ്ഥ പഠിക്കുന്നതിന് വേണ്ടി എയിംസ് മാതൃകയിലുള്ള എയിംസ് തന്നെയാണ് നമ്മൾ പറയുന്നത്. അത്തരം സംവിധാനങ്ങൾ ഇവിടെ ഒരുങ്ങേണ്ടതുണ്ട്. കാരണം ഈ ജില്ലയുടെ ആരോഗ്യ രംഗത്തെ ശോചനീയ അവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി ഭരണകൂടം അടിയന്തര ഇടപെടലുകൾ നടത്തണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാക്കുന്ന രോഗബാധിതരുടെ പട്ടികയിൽ 1.5 വയസ്സ് മാത്രം പ്രായമുള്ള 2020 ജനിച്ച ഹർഷിത ഉൾപ്പെട്ടിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ 2015 ശേഷം രോഗബാധിതരുടെ പട്ടിക തയ്യാറാക്കുന്ന ക്യാമ്പ് ജില്ലയിൽ സംഘടിപ്പിച്ചില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. എൻഡോസൾഫാൻ ദുരിത മേഖലകളിൽ നിന്നും സമാനമായ സംഭവങ്ങൾ ആവർത്തിക്കുമ്പോഴും ജില്ലയിലെ ചികിത്സാ സംവിധാനങ്ങൾ പരിമിതമായി തന്നെ തുടരുകയാണ്. ദുരിതബാധിത മേഖലകളിൽ നിന്നും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുമായി എത്തുന്നവരെ എങ്ങനെ ചികിത്സിക്കണമെന്നറിയാതെയാണ് കാസർഗോഡ് ജില്ലയിലെ ആരോഗ്യ സംവിധാനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ ദുരിതത്തിന് ആരാണ് മറുപടി നൽകേണ്ടത്? രഞ്ജിത്ത് മന്നിപ്പാടിക്കൊപ്പം കാസർഗോഡ് നിന്നും അരുൺ പൂപ്പറമ്പ, 24. യഥാർത്ഥത്തിൽ ഈ പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഈ പരാതികൾക്ക് എൻഡോസൾഫാൻ മേഖലയിൽ നിന്നുണ്ട്. എന്നാണ് അവർക്കൊരു പരിഹാരം, ഈ പരാതികൾ അവസാനിക്കുക എന്ന് ഈ ഘട്ടത്തിലും സർക്കാരിന് പറയാൻ കഴിയുന്നില്ല എന്നുള്ളത് അങ്ങേയറ്റം ഖേദകരമാണ് അല്ലേ? തീർച്ചയായും അതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെ ഇപ്പോഴും തുടരുകയാണ്. ഈ വാർത്താ ദിനത്തിലെ മുഴുവൻ വാർത്തകളുമായി വാർത്താമഴ തുടരുകയാണ്. വാർത്താമഴയിൽ ഇനി രാജ്യാന്തര വാർത്തകളുടെ സമയമാണ്. കാണാം ബേണിംഗ് ന്യൂസ്. വാർത്താമഴയിൽ രാജ്യാന്തര വാർത്തകളുമായി പതിവ് പോലെ എത്തുന്നത് 24 എഡിറ്റർ ഇൻചാർജ് PP ജെയിംസ് ആണ്. PP ജെയിംസ്, വാർത്താമഴയിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിംഗ് ഉന്മേഷ്. ഗുഡ് ഈവനിംഗ് വിജയകുമാർ. ഹായ്. എന്തൊക്കെയാണ് ഇന്ന് പ്രധാന ലോക വർത്തമാനങ്ങൾ? ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവവാസങ്ങൾ ഉക്രൈനെ ചുറ്റിപ്പറ്റി തന്നെയാണ്. പ്രത്യേകിച്ച് UN അടിയന്തര രക്ഷാസമിതി യോഗം ചേർന്നിരുന്നു. വലിയ രീതിയിൽ റഷ്യയും അമേരിക്കയും തമ്മിൽ ഏറ്റുമുട്ടി എന്ന് മാത്രമല്ല ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വലിയൊരു പ്രശ്നത്തിൽ
ബ്രിട്ടനിൽ കഴിയുമ്പോൾ തന്നെ അതേ ഉക്രൈൻ സന്ദർശിക്കാനിരിക്കുകയാണ്. ഡച്ച് പോളിഷ് നേതാക്കൾ അവിടെ സന്ദർശിക്കാനിരിക്കുന്നു. ഇന്ത്യ എന്തായാലും രക്ഷാസമിതിയിൽ ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുത്ത് വിട്ടു നിൽക്കുകയായിരുന്നു. എന്തായാലും അവിടെ വീണ്ടും സംഘർഷം മൂർച്ഛിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് കാണുന്നത്. ഉക്രൈൻ്റെ 3 വശവും റഷ്യയുടെ 1 ലക്ഷത്തിലധികം സേന വളഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ നമ്മൾ നോക്കുന്നത്. ഒരു കാര്യം കൂടിയുള്ളത്, മ്യാൻമറിൽ പട്ടാള അട്ടിമറി നടന്ന് 1 വർഷം തികയുന്ന ദിവസമാണ്. 12,000 പേർ ഇതിനകം കൊല്ലപ്പെട്ടു എന്ന അമ്പരപ്പിക്കുന്ന വാർത്ത കൂടി പുറത്തു വരുന്നു. വിജയകുമാർ, ഉന്മേഷ്, നമുക്ക് പെട്ടെന്ന് ഈ വാർത്തകളിലേക്ക് നോക്കാം. സംഘർഷങ്ങൾക്ക് നടുവിൽ ഉക്രൈൻ സന്ദർശിക്കാൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും ഡച്ച് പോളിഷ് നേതാക്കളും. സൈന്യത്തിന്റെ അംഗസംഖ്യ കൂട്ടുമെന്ന് പാർലമെന്റിൽ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി. ഉക്രൈന് ആയുധവുമായി പോളണ്ടും സാമ്പത്തിക സഹായവുമായി ബ്രിട്ടനും. മ്യാൻമറിൽ പട്ടാള അട്ടിമറി 1 വർഷം തികയുമ്പോൾ 10,000 പ്രക്ഷോഭകർ കൊല്ലപ്പെട്ടെന്ന് റിപ്പോർട്ട്. ജനപങ്കാളിത്തം കൂടിയതോടെ ആഭ്യന്തര യുദ്ധമായെന്ന് ഐക്യരാഷ്ട്രസഭ. ഉപരോധങ്ങൾക്ക് വഴങ്ങാതെ മ്യാൻമർ സൈന്യം. ജനകീയ നേതാവ് ഓങ് സാൻ സൂചി ജയിലിൽ തന്നെ. റഷ്യ ഉക്രൈൻ പ്രതിസന്ധി ചർച്ച ചെയ്യാൻ UN രക്ഷാസമിതി വിളിച്ചു ചേർത്ത യോഗത്തിൽ തമ്മിലടി. അമേരിക്കൻ പ്രതിനിധിയും റഷ്യൻ പ്രതിനിധിയും തമ്മിലാണ് ഉക്രൈൻ വിഷയത്തിൽ രൂക്ഷമായ വാക്പോരാട്ടം നടന്നത്. ഉക്രൈൻ അതിർത്തിയിൽ 1 ലക്ഷത്തിലധികം സൈനികരെ വിന്യസിച്ച റഷ്യൻ നടപടി നൂറ്റാണ്ടിന്റെ ചരിത്രത്തിലെ തന്നെ ആദ്യ സംഭവമാണെന്ന് അമേരിക്ക പ്രതികരിച്ചു. ഡൗണിംഗ് സ്ട്രീറ്റ് പാർട്ടിയിൽ മാപ്പ് പറഞ്ഞ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ. ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തെന്നും വിഷയം കൈകാര്യം ചെയ്തതിൽ തെറ്റുപറ്റിയെന്നും ബോറിസ് ബ്രിട്ടീഷ് പാർലമെന്റിൽ തുറന്നു പറഞ്ഞു. ലോക്ക്ഡൌൺ സമയത്ത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നടന്ന മദ്യപാർട്ടിയെ പറ്റിയുള്ള അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ബോറിസിന്റെ ക്ഷമാപണം. കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് കോവിഡ്. ട്വിറ്ററിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. വാക്സിൻ നിർബന്ധമാക്കുന്നതിനെതിരെ രാജ്യത്ത് പ്രതിഷേധം ശക്തമായതോടെ പ്രധാനമന്ത്രി രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറി. ഇതിനിടെയാണ് അദ്ദേഹം കോവിഡ് പോസിറ്റീവ് ആകുന്നത്. ചൈനയിലെ പുതുവർഷമായ ലൂണാർ ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് ഇന്നു മുതൽ ആരംഭിച്ചു. ചൈനീസ് സംസ്കാരപ്രകാരമുള്ള ചാന്ദ്ര കലണ്ടർ വർഷത്തിന്റെ തുടക്കമാണ് ഇത്. വസന്തകാലത്തിന്റെ ആഘോഷം കൂടിയായ ലൂണാർ ന്യൂ ഇയർ 15 ദിവസമാണ് ആഘോഷിക്കുക. ഇത്തവണയും കോവിഡ് നിയന്ത്രണങ്ങൾക്കിടെയാണ് ആഘോഷം. നാസികളുടെ ക്രൂരതയ്ക്കിരയായ ആൻ ഫ്രാങ്കിനെ ഒറ്റിയ വ്യക്തിയെക്കുറിച്ച് പ്രതിപാദിച്ച പുസ്തകം വിവാദമായതോടെ ക്ഷമാപണവുമായി പ്രസാധകർ. ഡച്ച് പബ്ലിഷിംഗ് ഹൗസാണ് ആൻ ഫ്രാങ്കിനെ ഒറ്റിയ ജൂതനെക്കുറിച്ചുള്ള പരാമർശങ്ങളടങ്ങിയ പുസ്തകം പ്രസിദ്ധീകരിച്ച് വിവാദത്തിലായത്. ഇയാൾക്കെതിരെ പുസ്തകത്തിൽ വിമർശനാത്മകമായ നിലപാടല്ല സ്വീകരിച്ചിരിക്കുന്നത് എന്നതാണ് പ്രധാന വിമർശനത്തിന് കാരണമായത്. താലിബാൻ അഭയം നൽകിയ ന്യൂസിലൻഡ് മാധ്യമ പ്രവർത്തകയെ രാജ്യത്തേക്ക് തിരിച്ചെത്തിക്കാൻ നടപടികളുമായി ന്യൂസിലൻഡ്. കോവിഡ് നിയന്ത്രണങ്ങളെ തുടർന്ന് സ്വന്തം രാജ്യത്തേക്ക് മടങ്ങാനാകാതെ വന്ന ഗർഭിണിയായ മാധ്യമപ്രവർത്തക ഷാർലറ്റ് ബെൽഡിസിന് താലിബാൻ അഭയം നൽകുമെന്ന് പ്രഖ്യാപിച്ചത് വലിയ ചർച്ചയായിരുന്നു. താലിബാന്റെ സ്ത്രീ വിരുദ്ധതയെ ചോദ്യം ചെയ്ത് ലോകശ്രദ്ധ നേടിയ റിപ്പോർട്ടറാണ് ഷാർലറ്റ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളായ ഇക്വഡോറിലും ബ്രസീലിലും പ്രളയവും മണ്ണിടിച്ചിലും തുടരുന്നു. നിരവധി പേർക്ക് ജീവൻ നഷ്ടമായി. ബ്രസീലിൽ 21 പേരും ഇക്വഡോറിൽ 11 പേരും കൊല്ലപ്പെട്ടു. അട്ടിമറിയിലൂടെ പട്ടാളം അധികാരമേറ്റ ആഫ്രിക്കൻ രാജ്യമായ മാലിയിൽ നിന്ന് ഫ്രഞ്ച് അംബാസഡറെ പിരിച്ചുവിട്ടു. 72 മണിക്കൂറിനകം രാജ്യം വിടാനാണ് നിർദ്ദേശം. പുതിയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഫ്രഞ്ച് അംബാസഡറായി ജോയൽ മേയറെ തിരികെ വിളിച്ചതായി ഫ്രാൻസും വ്യക്തമാക്കി. വിജയകുമാർ, ഉന്മേഷ്, ഇതോടെ ലോകമെമ്പാടുമുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നമുക്ക് നാളെ വീണ്ടും കാണാനാവും. യെസ്, നന്ദി പി ജെയിംസ്. അപ്പോൾ കൂടുതൽ ലോക വാർത്തകൾ നമുക്ക് നാളെ വാർത്താമഴയിൽ ഉൾപ്പെടും. തീർച്ചയായിട്ടും. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. UAE സന്ദർശനത്തിനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ UAE ക്യാബിനറ്റ് മന്ത്രിയും എക്സ്പോ കമ്മീഷൻ ജനറലുമായ ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തി. ദുബായിൽ നിന്ന് അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ട്. മുഖ്യമന്ത്രിയുടെ UAE സന്ദർശനം പുരോഗമിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് അമേരിക്കയിൽ നിന്നും ചികിത്സ കഴിഞ്ഞ് മുഖ്യമന്ത്രി UAEയിലെത്തിയത്. ആദ്യ 2 ദിവസത്തെ വിശ്രമത്തിന് ശേഷം മുഖ്യമന്ത്രി ഇപ്പോൾ ഇവിടെയുള്ള മന്ത്രിമാരുമായും വ്യവസായ പ്രമുഖരുമായും അതോടൊപ്പം തന്നെ ഈ വിവിധ എമിറേറ്റുകളിലെ ഭരണാധികാരികളുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്.
ഇന്ന് അബുദാബിയിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ UAE ക്യാബിനറ്റ് മന്ത്രിയും എക്സ്പയുടെ കമ്മീഷണർ ജനറലുമായ ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തി. അബുദാബിയിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിൽ മന്ത്രി P. രാജീവ് ഉൾപ്പെടെയുള്ള പ്രമുഖരും പങ്കെടുത്തിരുന്നു. അതോടൊപ്പം തന്നെ പ്രമുഖ വ്യവസായി MA യൂസഫ് അലിയും ഈ കൂടിക്കാഴ്ചയിൽ സന്നിഹിതനായിരുന്നു. 5-ാം തീയതി 2 പരിപാടിയാണ് മുഖ്യമന്ത്രിക്കുള്ളത്. ഒന്ന് മുഖ്യമന്ത്രി നിക്ഷേപ സംഗമം ഉദ്ഘാടനം ചെയ്യും. അതോടൊപ്പം തന്നെ വൈകുന്നേരം നോർക്കയുടെ നേതൃത്വത്തിൽ കേരളത്തിലുള്ള പ്രവാസികളുടെ ഒരു സ്വീകരണത്തിലും മുഖ്യമന്ത്രി ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുകയാണ്. നാളെ നമുക്ക് വീണ്ടും കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.